ഡൽഹിയിൽ നടക്കുന്ന CJP പ്രൊട്ടസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശരി കാണും, ഇപ്പുറത്ത് സർക്കാരിന് അവരുടെ ശരി കാണും. ഇതിന് മുമ്പ് ഓംപൂരിയൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓംപൂരി ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുമോ അതാരാണെന്ന് ചോദിക്കില്ല. ഇതിപ്പോൾ ഗൂഗിളിലൊക്കെ കോൻ ഹേ കൃഷ്ണകുമാർ എന്നാണ് അടിച്ചു പോയിക്കൊണ്ടിരുന്നത് എല്ലാവരും. ഇതെല്ലാം അതീവ രഹസ്യമൊന്നും അല്ലാത്ത കാര്യം, ഇതൊരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് തന്നെയാണ്. ഞാൻ BJP-കാരനായിട്ട് BJP-യുടെ ആശയം വെച്ച് ഞാൻ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിക്കില്ല, കോൺഗ്രസിനെതിരെ സംസാരിക്കും. പക്ഷേ ഒരിക്കലും വ്യക്തിപരമായ ഒരു നേതാക്കൾക്കെതിരെയും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനൊരു സ്ട്രഗളറായിരുന്നു സിനിമയിൽ. അതുകൊണ്ട് തന്നെ എനിക്കിന്നും ഒരു വിശപ്പും ദാഹമുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളിൽ എത്തണം. ദേശീയത വളർത്തുന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിൽ തെറ്റില്ല. കാശ്മീർ ഫയൽസ് എന്താണ് കാണിച്ചു തന്നത്? അതായത് ഹിന്ദു ജനസൈഡ് എന്താണെന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇടുന്നു, നല്ല അസാധ്യത തെറി വരും അതിനകത്ത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു സുഖമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ അത് ശീലിച്ചു പോയി. മമ്മൂട്ടിയുടെ തന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഒന്നാം തരം പെർഫോമൻസ് ആ പടത്തിൽ വേറെ ആർക്ക് കൊടുക്കാൻ പറ്റും? മമ്മൂട്ടിക്ക് കൊടുത്തതിൽ ആർക്കും പരാതിയില്ല, പക്ഷെ മമ്മൂട്ടിക്ക് അത് ഷെയർ ചെയ്യപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് പൊതുവെ മലയാളികളുടെ ഒരു ദുഃഖമായിട്ട് രേഖപ്പെടുത്തുന്നത്. എനിക്ക് വ്യക്തിപരമായി അവാർഡ് ഷെയർ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല. എനിക്കൊരു സ്ഥാനം വേണം നാളെ പാർട്ടിയിൽ. ഞാൻ ഇന്നതെന്നാണെന്ന് പറയാൻ വേണ്ടി പോകും. ഞാൻ സ്ഥാനം ചോദിച്ചിട്ടില്ല. ഇന്ന് പാർട്ടിയിൽ വന്നിട്ട് 6 വർഷമായി ജോയിൻ മെമ്പറായിട്ട്. ഇന്ന് വരെ പാർട്ടിയുടെ ഒരു സ്ഥാനമാനങ്ങൾ ചോദിച്ചിട്ടുമില്ല, തന്നിട്ടില്ല. വളരെ കാലം പരിചയമുള്ളൊരു വ്യക്തിയെ പോലെ അദ്ദേഹം പറയുന്നു, നമസ്കാരം കൃഷ്ണകുമാർ, കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വി ആർ അപ്പോയിൻറ്റിങ് യു ആസ് ദ ചെയർമാൻ ഓഫ് NFDC. ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കല്ലേ എന്ന് പറയുന്നതിന് ഒരു മോള് പ്രതികരിച്ചു പോയി. പബ്ലിസിറ്റി എനിക്ക് ഇഷ്ടമാണ്, കാരണം പബ്ലിസിറ്റി നമുക്കിന്ന് വേണം. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഒറ്റ ചോദ്യം. പറയും എന്ന് പറഞ്ഞു. ഈ പോസ്റ്റിലിരിക്കുമ്പോൾ അതിന്റെ ഒരു ഗൗരവം വന്നോ, ആൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതോ എന്ത് ചോദിച്ചാലും പറയുമോ? എൻ്റെ അടുത്ത് പണ്ടിങ്ങനെ ഓരോ പദവിയിലോട്ട് വരുമ്പോഴും ആൾക്കാർ പറയും, കൃഷ്ണകുമാറെ കുറച്ചുകൂടിയൊക്കെ ഗൗരവം വേണം, വേഷ സംവിധാനം ഒന്ന് മാറണം എന്നൊക്കെ പറയും. എനിക്കത് കുറേയൊക്കെ മനുഷ്യന് തന്നെ ഒരു പക്വത വരണം. ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ 20-ാമത്തെ വയസ്സിൽ ഞാൻ പെരുമാറുന്നതിനേക്കാളോ സംസാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. ശരീരത്തിൽ തന്നെ മാറ്റം വന്നു ഞാൻ അറിയാതെ. പക്ഷേ എങ്കിലും ചിലർ ഉണ്ട് പെട്ടെന്ന് മാറാനും വളരെ പക്വതയോടെ സംസാരിക്കുന്ന കാണും. എനിക്ക് അത്രയും പക്വത വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പലപ്പോഴും നിങ്ങളെന്നെ കാണും ചില കോൺട്രവേഴ്സിയൊക്കെ വരുന്നത്, കാരണം പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. കാരണം പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് വ്യക്തികൾക്കെതിരെയോ മറ്റോ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഞാൻ BJP-കാരനായിട്ട് BJP-യുടെ ആശയം വെച്ച് ഞാൻ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിക്കില്ല, കോൺഗ്രസിനെതിരെ സംസാരിക്കും. പക്ഷേ ഒരിക്കലും വ്യക്തിപരമായ ഒരു നേതാക്കൾക്കെതിരെയും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി അപ്പുറത്ത് നിൽക്കുന്ന നേതാവ് നല്ലൊരു പ്രവൃത്തി ചെയ്താലും അതും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് അത് ഞാൻ പറഞ്ഞത് എനിക്ക് ചെറിയ കുഴപ്പമായിട്ടുണ്ട്. അതങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആര് നല്ല ചെയ്താലും നല്ലതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പ്രതികരിച്ച് പോവും, ആ നഷ്ടം ഒന്ന് സഹിക്കും. വലിയൊരു NFDC എന്ന് പറയുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനും ഒരുപാട് പേര് ഉറ്റുനോക്കുന്നതുമായ ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഒരു തലപ്പത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് പ്ലാൻസ് ഉണ്ടോ? കൃത്യമായിട്ടൊരു തുടർച്ചയാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു ഡ്രാസ്റ്റിക്കായ ഒരു മാറ്റം കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോ? 11 വർഷമായി അവിടെ ഒരു ചെയർമാൻ ഉണ്ടായിട്ട് ഗ്യാപ്പായിരുന്നു. 11 വർഷമായിട്ട് NFDC പോലത്തെ ഒരു വലിയ PSUവിൽ ചെയർമാൻ ഇല്ലായിരുന്നു. 7.5 വർഷമായിട്ട് MD ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു MD വന്നു, അദ്ദേഹം വന്നിട്ട് 1 വർഷമായി. ഇപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും എന്നെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല തന്നെ റീവാമ്പ് NFDC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് വളരെയധികം നല്ല ചിത്രങ്ങൾ എടുത്ത ഒരു PSU ആണ്. ഉദാഹരണത്തിന് ഗാന്ധി സിനിമ പോലും NFDC കോ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമായിരുന്നു, ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു. അവസാനമായി എടുത്ത നല്ലൊരു ചിത്രം എന്ന് പറയുന്നത് ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞ് ഇർഫാൻ ഖാൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇതൊക്കെ NFDCയുടെ ഫുൾ പ്രൊഡക്ഷൻ മൂവിയാണ്. അപ്പോൾ 300ഓളം സിനിമ നമ്മുടെ ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട്, വളരെ പ്രശസ്തമായ സിനിമകളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. അതിലോട്ട് തിരിച്ചു കൊണ്ടുവരാനാണ്
നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല. കാരണം സ്വാഭാവികമായിട്ടും അതിനകത്ത് പല തരത്തിലുള്ള ആൾക്കാരിരിപ്പുണ്ട്. വളരെ അതായത് നറേറ്റീവ്സ് പലതും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്. ഇവരെയൊക്കെ എതിർത്ത് നമുക്ക് നന്നാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. പക്ഷേ സാധ്യമായൊരു കാര്യമാണ്. ഇപ്പം തന്നെ നല്ല സിനിമകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോ പ്രൊഡക്ഷൻ തന്നെ നല്ല കോ പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ എടുക്കണം. ഫെസ്റ്റിവൽ നമ്മുടെ കൺട്രോളിൽ വരുന്നത്, ഫെസ്റ്റിവലിൽ എന്തൊക്കെ മാറ്റം വരുത്താം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു ചർച്ചയെന്ന് വെച്ചാൽ, ഇപ്പോൾ നാഷണൽ അവാർഡുകൾ കൊടുക്കുമ്പോൾ എപ്പോഴും കോൺട്രവേഴ്സി ഉണ്ടാവും, അത് ഇനിയും ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അതിനെ എങ്ങനെയൊക്കെ നമുക്കൊന്ന് മോഡേണൈസ് ചെയ്യാം, ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. കാരണം കാലാകാലങ്ങളായുള്ള നിയമം വെച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ മാറ്റം വരുത്താം. അതിൽ തന്നെ അതിൻ്റെ ചെയർമാനായിട്ട് ശ്രീ അശുതോഷ് ഗവാരിക്കർ, ലഗാൻ സിനിമയുടെയൊക്കെ സംവിധായകൻ, ശ്രീമതി ഖുശ്ബു, അങ്ങനെ പലരും വന്നിട്ടുണ്ടായിരുന്നു. പത്മിനി കൊലാപുരി മാഡം, അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല സജഷൻസ് വന്നു. കഴിഞ്ഞ ദിവസം അതിനൊരു തീരുമാനമായിട്ടുണ്ട്, അത് അയച്ചിട്ടുണ്ട്. ഇത് മിനിസ്ട്രി ഇനി ഇത് പരിഗണിക്കണം. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് ഫണ്ട് തരാൻ തയ്യാറാണ്. പക്ഷേ നല്ല പദ്ധതികൾ കൊണ്ടുവരണം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്മൗലി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിജേന്ദ്ര പ്രസാദ്ജി, അദ്ദേഹമാണ് ബാഹുബലി എല്ലാത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തെ ഞാനിപ്പോൾ എല്ലാവരും പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് തന്നു. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അതായത് രാമായണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അത് രാമൻ്റെ യാത്രയാണ്. അപ്പോൾ രാമൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മളെല്ലാം കണ്ടത്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഒരു സ്ത്രീയുടെ ആംഗിളിൽ കണ്ടുകൂടാ? സീത അതിനകത്ത് പ്രധാന ഒരു കഥാപാത്രമാണ്. പക്ഷെ സീതയെപ്പറ്റി നമ്മൾ അധികം പറയുന്നില്ല. അതുകൊണ്ട് സീതായനം, സീതയുടെ യാത്ര, സീതയുടെ കണ്ണുകളിലൂടെ ഒരു പ്രോജക്റ്റ് തന്നു. വളരെ രസമായൊരു പ്രോജക്റ്റ്. ഞാനത് നേരിട്ടാണ്, എൻ്റെ മന്ത്രി എന്ന് പറയുന്നത് ശ്രീ അശ്വിനി വൈഷ്ണവ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ സമയം തരുന്ന സമയം വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ മനസ്സുള്ളൊരു വ്യക്തി. ഈ പ്രോജക്റ്റ് കൊണ്ടുപോകുമ്പോൾ ഞാൻ എല്ലാം ടാബിനകത്ത് കൊണ്ടുപോയി മുഴുവൻ പുള്ളി ഓരോന്നായിട്ട് നോക്കുകയാണ്. അല്ല കൊട്ടാരത്തിൻ്റെ ഡിസൈൻ, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനത് ഇഷ്ടപ്പെട്ടു. കാരണം സ്ത്രീകൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ ഒരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ലോക്സഭയിൽ 1/3 റിസർവേഷൻ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയം. അപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തുനിന്ന് ഒരു വനിത ഒരു കാലത്തെ ഒരു ഐക്കണായിട്ട് നമുക്കൊരാളെ വേണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. നടക്കാതിരിക്കുക, പക്ഷേ ഇങ്ങനെ കുറേയധികം പദ്ധതികളെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അപ്രൂവായി വരാൻ കുറച്ച് കാലതാമസം എടുക്കണം. ധാരാളം പൈസ ചിലവുള്ളതാണ്. പിന്നെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. പക്ഷേ മാറ്റങ്ങൾ വരുത്താനാണ് അയച്ചിരിക്കുന്നത്. കുറച്ച് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. അതൊരു തുടക്കമായി വന്നു കഴിഞ്ഞാൽ 3 വർഷമേ ഉള്ളിട്ട് ഈ 3 വർഷത്തിൽ പഴയ പോലെ ഒരു ഗോൾഡൻ ഇതിലോട്ടൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രമിക്കും. ആയാൽ നല്ലത്, ആക്കാനാണ് ആഗ്രഹം. ഈ NFTCയും KFTCയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് കണക്ഷൻ ഇൻ ദ സെൻസ് ഫണ്ടിങ് കൊടുക്കുന്നതിൽ താങ്കൾ പറഞ്ഞല്ലോ ലഞ്ച് ബോക്സ് ആണ് ലാസ്റ്റ് മൂവി. അപ്പോൾ പ്രാദേശിക ഭാഷയിലെ സിനിമകൾ നിങ്ങൾ ഫണ്ട് ചെയ്യാറുണ്ടോ? അതോ ഓൺലി ഹിന്ദി മൂവീസ് ആണ്? ഇതിനകത്ത് ഹിന്ദി എന്നൊരു വാക്കേ ഉപയോഗിക്കുന്നില്ല. ഏത് ഭാഷയിലും സിനിമ എടുക്കാം. എന്തിനാ ഇത്തവണ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്ന്. അവിടെ നിന്ന് ഷോർട്ട് ഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, ഫീച്ചർ ഫിലിം, ഇത് 3നും സെപ്പറേറ്റ് ഫണ്ട് തന്നെ വെച്ചിരിക്കുക. അതായത് മൊത്തത്തിലും അവർക്ക് വരാം, അല്ലാതെ അവർക്ക് പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് ശ്രീ CP രാധാകൃഷ്ണൻജി, അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. കാരണം അദ്ദേഹം പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ പ്രഭാരിയായിരുന്നു. ഞാൻ ഇലക്ഷൻ തന്നപ്പോൾ എൻ്റെ പ്രഭാരിയായിരുന്നു. അപ്പോൾ ആ ബന്ധം വെച്ച് കാണാൻ പോയി. ഇന്ന് പിന്നെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ജാർഖണ്ഡിൽ ഗവർണറായിരുന്നപ്പോൾ അവിടെ കുറേ ആൾക്കാർ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ബിർസ മുണ്ട, അവിടെ മഹാരാജ് ബിർസ മുണ്ട എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ ബിർസ മുണ്ട എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ 25ാമത്തെ വയസ്സിലെങ്ങോണ്ടാണ് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുന്നത്. ഈ നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുമായിട്ട് തുടങ്ങിയ കാലത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ഈ ഇദ്ദേഹത്തെ പറ്റി ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇത്തരം അൺസങ് ഹീറോസിനെ പറ്റി മൂവീസ് എടുക്കണം. അത് ഇതിനകത്ത് ഓൾറെഡി ഉള്ളതാണ്. അതുകൊണ്ട് അത് ജാർഖണ്ഡ് ഭാഷ തന്നെ എടുക്കണം. ഇതിന് മലയാളമെന്നോ കന്നഡമെന്നോ തെലുങ്കെന്നോ ഒന്നുമില്ല. എനിക്കും വ്യക്തിപരമായി നമ്മുടെ സൗത്തിലെ സിനിമകൾ ഡെവലപ്പ് ചെയ്യാത്ത ഏരിയയുണ്ട്. നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഭോജ്പൂരി വരെ നല്ലതുണ്ട്. ഒരു കാലത്ത് ബംഗാളി സിനിമ ഉയർന്നു നിന്നതാണ്, അത് താഴേക്ക് പോയി. അതുകൊണ്ട് ആ സൈഡും നന്നാക്കാനാണ് എനിക്ക് മനസ്സുകൊണ്ട് കൂടുതൽ താല്പര്യം. അതുപോലെ വെസ്റ്റേൺ സൈഡിൽ ഗുജറാത്ത്, രാജസ്ഥാനിലും സിനിമയില്ല, കാശ്മീരിൽ. കാരണം ഇപ്പോൾ അവാർഡിന് തന്നെ വരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമ വരുന്നത് സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന്. നമ്മൾ സൗത്തിൽ ഈ ഒരു കാര്യത്തിൽ വളരെ മുന്നേറി നിൽക്കുക. അതുകൊണ്ട് മറ്റ് ഭാഗങ്ങളും കൂടി നന്നാക്കുക. തിയേറ്റേഴ്സ് മറ്റു ഭാഗങ്ങളിൽ കൂടുതൽ കൊണ്ടുവരണം.
തിയേറ്ററും കൂടി ഉണ്ടെങ്കിലല്ലേ പ്രേക്ഷകർ വന്നാലേ സിനിമ ഇൻഡസ്ട്രി നന്നാകത്തുള്ളൂ. അതിന് ഇവിടെ തന്നെ നന്നാക്കണമെന്നില്ല. കാരണം ഇന്ന് മലയാള സിനിമ, തെലുങ്ക് സിനിമയായിട്ട് OTTക്കകത്ത് നിങ്ങളുടെയും വടക്കേന്ത്യയിലെ സുഹൃത്തുക്കൾ കാണും. അവർ മുഴുവൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ഞങ്ങൾ മലയാള സിനിമ ധാരാളം കാണാറുണ്ട്, തമിഴ് കാണാറുണ്ട്, തെലുങ്ക് കാണും. നമുക്കും വ്യക്തിപരമായിട്ട് വളരെയധികം അഭിമാനം തോന്നുന്നൊരു സമയമാണ് അല്ലേ. ഏതും ആയിക്കോട്ടെ, നമ്മുടെ ഭാഷയെപ്പറ്റി അവരിന്ന് കണ്ടിട്ട് രസിക്കുന്നു എന്ന് പറയുക. അപ്പോൾ തിയേറ്ററുകളും കൂടുതൽ വന്നാൽ അവിടെയും നമ്മുടെ സിനിമ എത്തും. ഇപ്പോൾ വിദേശത്ത് നമ്മൾ ഗൾഫ് രാജ്യത്ത് പോയാൽ മലയാള സിനിമ ഇല്ലാത്ത തിയേറ്ററില്ല. അതുകൊണ്ട് ഇതിന് പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ തിയേറ്ററിൻ്റെ ഒരു പ്രോജക്റ്റും കൊടുത്തിട്ടുണ്ട്. അത് പലതരത്തിലാണ്. NFDC നേരിട്ട് ചെയ്യും, ഇല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ തിയേറ്ററുകൾ നമുക്ക് കൂടണമെന്നുണ്ട്. ഒരു പ്രൈവറ്റ് വ്യക്തി വരുന്നു, അദ്ദേഹം സ്ഥലം തരാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ അതും നടക്കാം. ഇതെല്ലാം പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഭാവി വരാൻ പോകുന്ന പദ്ധതികളെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഈ വ്യൂവേഴ്സ് ചോയ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. OTTയുടെ കാര്യം താങ്കൾ പറഞ്ഞു, വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കോ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ OTTയിൽ ചെയ്യാൻ പറ്റില്ല NFDCക്ക്? തീർച്ചയായിട്ടും പറ്റും. അതിൻ്റെ ചർച്ച ഒന്നും നല്ല ചോദ്യമോ. കാരണം OTTക്ക് ദൂരദർശൻ ഒരു ചാനലുണ്ട്, വേവ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. സ്വാഭാവികമായിട്ട് കുറച്ച് പരിമിതികളുണ്ട്, അത്ര ഭയങ്കരമായ വ്യൂവർഷിപ്പ് വന്നിട്ടില്ല. അപ്പോൾ OTT സിനിമകൾ നമുക്ക് ധാരാളം, എന്തിനാ വെബ് സീരീസ് പോലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതേ കാര്യവും മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് ഒരു ജോയിൻറ്റ് വെഞ്ചർ പറ്റുമോ ഒരു പ്രൈവറ്റ് ചാനലുമായിട്ട്? ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ, ഏതോ ആയിക്കോട്ടെ. അതും സാധ്യമാണ്. കാരണം അത് റീച്ച് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും, വേവ്സിന് വളരുകയും ചെയ്യാം, ഒപ്പം അവർ നമ്മളായിട്ട് റവന്യൂ ഷെയറിംഗ് കൊണ്ട് രണ്ട് കൂട്ടർക്കും റവന്യൂ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാത്തിനും സാധ്യതകളുണ്ട്, സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് ഓഫ് ബീറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പാരലൽ സിനിമ എന്ന് പറഞ്ഞ് മാത്രമാണ് ഈ NFDC താല്പര്യം കാണിച്ചത്. ശരിയോ തെറ്റോ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അധികം അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞാൻ കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് നല്ല കമേഴ്ഷ്യൽ സിനിമകളും എടുത്തുകൂടാ? അതിനും നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകളാണല്ലോ കമേഴ്ഷ്യൽ സിനിമ. നമ്മൾ മുടക്ക് മാത്രം പോരല്ലോ, തിരിച്ചു വരവും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ സിനിമ എടുക്കാൻ നമുക്ക് സാമ്പത്തികം ഇത് വരികയും ചെയ്യും. അതുകൊണ്ട് ഇതിനെല്ലാ സാധ്യതയുണ്ട്. കുറച്ച് മാസമല്ല ചാർജ് എടുത്തിട്ട് എന്താണ് ഒരു PSC എന്ന രീതിയിൽ കാണുന്ന ഡ്രോബാക്സ്? ഡ്രോബാക്ക് എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എങ്കിലും സാധാരണ PSC ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം, ഇവരെല്ലാം വരുമാനം വളരെയധികം ഉണ്ടാക്കുന്ന ഒരു PSU ആണ്. ഈ PSU എന്ന് വെച്ചാൽ ചിലവാക്കുകയാണ്. അതായത് രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ എടുക്കുക, അങ്ങനെ പല കാര്യങ്ങളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വരുമാനം വളരെ കുറവാണ്, ചിലവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വെൽഫെയറിൻ്റെ ഭാഗമായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സിനിമ എടുക്കുന്നു. ധാരാളം പേർക്ക് അതുവഴി അവസരം കിട്ടി. ചിലപ്പോൾ അവർ വലിയ ഡയറക്ടറാവും, പക്ഷേ ഈ എടുക്കുന്ന ഈ സിനിമ ചിലപ്പോൾ ഓടണമെന്നില്ല. പക്ഷേ അവിടെ ഒരു അവരുടെ കൾച്ചറൽ കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലോട്ട് എത്തിക്കുക, ഇതിനെല്ലാം നമുക്ക് കുറച്ച് വെൽഫെയറിൻ്റെ മറ്റ് കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കിയേ പറ്റും. ഈ വെൽഫെയറിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ വലുതായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് പോരായ്മയായിട്ട് കാണണോ എന്ന് എനിക്കറിയില്ല. കാരണം പല PSUസോ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇതിലോട്ട് ഫണ്ട്സ് വരാം. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് കൾച്ചർ മിനിസ്റ്റർ ശ്രീ ഷെക്കാവത്ജി, അദ്ദേഹത്തിനെ പോയി കണ്ട് സംസാരിച്ചു. കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് സഹകരിക്കാമോ, കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൽ നിന്ന് ഫണ്ട് തരാമോ? അദ്ദേഹം ഒരു നല്ല പ്രോജക്റ്റുകൾ കൊണ്ടുവരും, തീർച്ചയായിട്ടും ഫണ്ട് തരാം. അപ്പം ഞാൻ സിനിമയിൽ ഒരിക്കലും ഒരു ഉയർന്ന സ്ഥാനം വഹിച്ച ഒരാളല്ല. ഞാനൊരു സ്ട്രഗളറായിരുന്നു സിനിമയിൽ. അതുകൊണ്ട് തന്നെ എനിക്കിന്നും ഒരു വിശപ്പും ദാഹമുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളിൽ എത്തണം. കാരണം സിനിമയിലൊരു ഹീറോ ആവാൻ വേണ്ടി വന്നതാണ്, പക്ഷെ ആയില്ല. ഇടി കൊടുക്കാൻ വന്നാൽ ഇടി വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ പക്ഷേ ഞാൻ ഒരിക്കലും വിട്ടുകൊടുത്തില്ല. കാരണം എനിക്ക് എന്നും എന്തെങ്കിലും ആവണം എന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ പ്രകൃതിക്കൊരു സംഭവമുണ്ട്, അങ്ങനെ ആയിരിക്കാം NFDCയിൽ ഈ ഒരു തലപ്പത്തൊരു സ്ഥാനം വരും. ഇതൊരു സ്റ്റാർഡമുള്ള ഒരാളെ കൊണ്ട് വെച്ചാൽ പ്രാവർത്തികമാവില്ല. അവർക്ക് എന്നെപ്പോലെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ തെലുങ്കാനയിൽ പോയി, ശ്രീ ചിരഞ്ജീവി അദ്ദേഹത്തെ ടൈം എടുക്കുന്നു, അല്ലു അർജുൻ, ഇവർ രണ്ടുപേരും സമയം എടുത്ത് അവരെ പോയി കാണുന്നു. ഇനിയിപ്പോൾ നോർത്തിൽ പലരും പോയി കാണുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്കൊരു പരിമിതിയുണ്ട്. ഇങ്ങനെ കുറേ പേരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് പല പല ആശയങ്ങളാണ് വരുന്നത്. ഇത് മുഴുവൻ നമുക്ക് ഇവിടെ കൊണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചിലത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു വലിയൊരു സ്റ്റാർ ആണെങ്കിൽ അവർക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. എന്നെ കാണാൻ വരട്ടെ എന്ന് ചിന്തിക്കും, തെറ്റല്ല. ഇതിന് മുമ്പ് പലരും ഇരുന്നൊരു വലിയ സ്റ്റാർഡമുള്ളവരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്ക് 58 വയസ്സുണ്ട് ഇന്ന് പ്രായം. ഇത് 57ാമത്തെ വയസ്സിൽ എനിക്ക് വരുന്നത്. ഈ 57ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ ഒരു മടുപ്പുണ്ടാകുന്ന പ്രായമായിരിക്കും. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഇന്നൊരു സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടില്ല. സാധാരണ എല്ലാവർക്കും ജോലി കിട്ടുന്ന 21, 22 അല്ലെങ്കിൽ 25 വയസ്സിനകത്തായിരിക്കും.
അപ്പോൾ എനിക്ക് ഈ പ്രായത്തിൽ ജോലി കിട്ടിയപ്പോൾ ഞാനൊരു 25-കാരനായി. ഞാൻ ഓടി നടക്കാൻ തയ്യാറാണ്, എന്തും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ മിനിസ്റ്റർ കണ്ട മിനിസ്റ്റർ ഇത്രയൊന്നും ഓടണ്ട കേട്ടോ, കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സിനിമയൊക്കെ ചെയ്തോളൂ, നിങ്ങളുടെ രാഷ്ട്രീയം നടത്തിക്കോളൂ. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വലിയൊരു സിനിമ ചെയ്യണമെന്ന് ഇപ്പം ആഗ്രഹമില്ല, ഇപ്പം ഞാൻ ഈ ജോലി എൻജോയ് ചെയ്തു. കാരണം ഇന്ന് ഞാൻ സിനിമ ചെയ്യുന്നതിനേക്കാൾ എൻ്റെ മക്കൾ സിനിമ ചെയ്ത് കാണുന്നതാണ് എനിക്ക് സുഖം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പരമാവധി ജോലി തന്നോളൂ. കാരണം അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്, ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ഒരാളല്ല, ഞാനൊരു എക്സിക്യൂഷണറാണ്, ഒരു ഡൂവറാണ്. നിങ്ങൾ എന്നെ ജോലി ഏൽപ്പിച്ചാൽ ഞാൻ ജോലി ചെയ്യും. അതുകൊണ്ട് എനിക്ക് നല്ല ജോലി തരിക, ഞാൻ ചെയ്തിരിക്കും. ടൈം ഫ്രെയിം കൂടി തരണം, ഇത്രാം തീയതി തീർത്തിരിക്കണം കൃഷ്ണകുമാർ എന്ന് പറയും. അപ്പോഴാണ് കൂടുതൽ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം അനിൽ പറഞ്ഞ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ട് ഞങ്ങളുടെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇതിലൊന്ന് വരുമല്ലോ. ആ സത്യം തുറന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് NFDC ചെയർമാൻ ആയതിനു ശേഷം പത്രമോ ചാനലുമായിട്ടൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിൽ എനിക്ക് ക്ഷണം വരുന്നതും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം എനിക്കിതൊക്കെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അതും ഇന്ത്യൻ എക്സ്പ്രസ് പോലെ ആകുമ്പോഴത്തേക്ക് ധാരാളം പേർ വായിക്കുന്നതും അറിയുന്നതും കൂടിയാണ്. അതും എനിക്ക് വേണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ പരമാവധി ആൾക്കാർ അറിയണം എന്നൊരാഗ്രഹമുള്ള ഒരാളാണ്. ചിലർ ചോദിക്കും പബ്ലിസിറ്റി കൊടുത്തിട്ട് താല്പര്യമാണ്. പബ്ലിസിറ്റി എനിക്ക് ഇഷ്ടമാണ്. കാരണം പബ്ലിസിറ്റി നമുക്കിന്ന് വേണം. ഏത് കാര്യവും നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ അറിയണമല്ലോ. അറിഞ്ഞില്ല പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ട കാര്യം? ഒരു കല്യാണം വിളിക്കുന്ന പോലെ കല്യാണത്തിന് പരമാവധി കാർഡ് കൊടുച്ചാൽ പരമാവധി ആൾക്കാർ വരണം. അത് ഇപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെസ്സേജ് ആൾക്കാരിലോട്ട് എത്തണം. ഇപ്പോൾ തന്നെ സിനിമ സംവിധാനം ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർ കാണും. അവർക്ക് ചിലപ്പോൾ NFDC വഴിയുള്ള പരസ്യം കുറവായിരിക്കും അറിയാൻ. ചിലപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും ഒരാൾ NFDC ഉണ്ടായിരിക്കും എനിക്ക് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. ചിലപ്പോൾ ഇവിടെ ഈ ശാസ്ത്രമംഗലത്തു നിന്നായിരിക്കും ഒരാൾ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഈ ഓഗസ്റ്റിൽ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതും എനിക്ക് വലിയ സൗകര്യം വെച്ചാൽ NFDCയെ പറ്റി കൂടുതൽ ആൾക്കാരോട്ട് കാര്യങ്ങൾ അറിയിക്കുക, അവരുടെ പ്രവർത്തനം അറിയിക്കുക. അതിനും ഇങ്ങനൊരു അവസരം ഒരുക്കിയതിന് തുടക്കത്തിൽ തന്നെ ഒരു നന്ദി പറഞ്ഞു. ഇടയ്ക്ക് വേവ്സ് പറഞ്ഞ വേവ്സിന്റെ സ്ക്രീൻ റൈറ്റേഴ്സ് ലാബ് ഇടയ്ക്ക് വേവ്സിന്റെ ഭാഗമായിട്ട് NFDC ഒരു സ്ക്രീൻ റൈറ്റേഴ്സ് ലാബ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇൻ്റർവ്യൂയുടെ ഭാഗമായിട്ട് സംസാരിക്കാവുന്നതാണ്. വേവ്സിന് ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ വേവ്സ് എന്ന് പറഞ്ഞ വലിയൊരു മാസീവ് പദ്ധതിയാണ്. അതിനകത്ത് പലതും വരും, ഗെയിമിംഗ് വരും, എവറിത്തിങ് ഈസ് കമ്മിങ്. അതിൻ്റെ വലിയൊരു മീറ്റ് വരുന്നുണ്ട് 2027 ജൂൺ ജൂലൈ മാസത്തിൽ മഹാരാഷ്ട്രയിൽ വെച്ച് പ്രൈം മിനിസ്റ്ററിനെ പങ്കെടുക്കുന്ന. വേവ്സ് എന്ന് പറഞ്ഞൊരു OTT ചാനലുണ്ട് ദൂരദർശൻ. ഇത് രണ്ടും കൂടി പലർക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അതെ, വേവ്സ് വലിയൊരു പദ്ധതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഓറഞ്ച് ഇക്കോണമി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ ഗെയിമിങ്ങിന് അസാമാന്യമായ സാധ്യതയുണ്ട്. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഗാംബ്ലിംഗ് ഗെയിമിംഗ് അല്ല, പേയ്മെൻറ്റ് വെച്ചുള്ള. ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഗെയിമുണ്ടല്ലോ, അപ്പോൾ അതിന് അസാമാന്യമായ സാധ്യതയുണ്ട്. അതിനൊക്കെ നല്ല പ്രോജക്റ്റുമായി വന്നു കഴിഞ്ഞാൽ അതിനും സഹായം NFDC-യിലായിട്ട്. NFDC-യിലേക്ക് തിരിച്ചു വന്നാൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആകുന്ന ഒരു ഭാഗമാണ് ഫിലിം അവാർഡ്സ്, ഇപ്പോഴത്തെ അവാർഡ് ഉൾപ്പെടെ. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് താങ്കൾ പറഞ്ഞത് മോഡേണൈസ് ചെയ്യാൻ പോകുന്നു. ഈ ഫിലിം അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സീസിനെ കുറയ്ക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കോൺട്രവേഴ്സി അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാനാകും? ഏതെങ്കിലും തരത്തിൽ അതിനെ ട്രാൻസ്പാരൻസി കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അതിനൊരു ക്ലിയറായ റെസ്പോൺസ് കൊടുക്കാനോ, അങ്ങനെ എന്തെങ്കിലും ഒരു മെക്കാനിസം കൊണ്ടുവരാനോ? അത് തന്നെയാണ് എല്ലാ തവണയും ശ്രമിക്കുന്നത്. ഇത്തവണയും ഇതിനകത്ത് സിനിമയുമായി ബന്ധപ്പെട്ടവർ, സിനിമയിൽ ഉന്നത സ്ഥാനം വഹിച്ചവർ, അവാർഡ് വാങ്ങിച്ചവർ, അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടാത്തവർ എല്ലാവരും ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരു വ്യക്തിക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റിയില്ല, ശ്രീ ധനുഷ് തമിഴിൽ നിന്ന്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കി ഈ 6-7 പേര് പങ്കെടുത്തെങ്കിലും ഈ 6-7 പേരിൽ ഞാൻ ഉൾപ്പെടുന്നവർ പലർക്കും നമ്മൾ ഈ മെസ്സേജ് അയച്ചു. അവരിൽ നിന്നും പല സജഷൻസ് എടുത്തിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ 6 പേരുടെ അല്ല, ഏകദേശം 600ഓളം പേരുടെ സജഷൻ എടുത്തിട്ടാണ്. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ എത്രയൊക്കെയാണെങ്കിലും നമ്മൾ അതിനകത്തൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല, അനിലിന് ശരിയാവുന്നത് എനിക്ക് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഈ കോൺട്രവേഴ്സിൻ്റെ ഭാഗമാവും എന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 10-800 സിനിമകൾ വന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഏതാനും പേർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വന്നതാണ്. രാധയ്ക്ക് പണ്ട് ഒരു സിനിമയിൽ, ഞാൻ സിനിമ ഓർക്കുന്നത് തമിഴിൽ മുതൽ മര്യാദ, അസാമാന്യമായ പെർഫോമൻസ് ആയിരുന്നു. അവർക്ക് അവാർഡ് കൊടുത്തില്ല. കൊടുക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞത് ശബ്ദം കൊടുത്തത് രാധികയായിരുന്നു തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണ്. കുറേ കാലമാണ് മറന്നു തുടങ്ങി.
അന്നത് വലിയൊരു പ്രശ്നമായി. എന്തുകൊണ്ട് കൊടുത്തില്ല? കുറേ പേര് പറഞ്ഞു അത് കൊടുക്കരുത്, കാരണം അവർ പെർഫോം ചെയ്തെങ്കിൽ ശബ്ദം കൊടുത്ത് വേറെ ആളല്ലേ. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മണിച്ചിത്രത്താഴിൽ ശോഭനയ്ക്ക് കൊടുത്തു. ശോഭനയ്ക്ക് ശബ്ദം കൊടുത്തത് ഒരാളുമല്ല, 2 പേരാണ്. മലയാളം ഭാഗം കൊടുത്തത് ശ്രീമതി ഭാഗ്യലക്ഷ്മിയും തമിഴ് കൊടുത്തത് അവിടുത്തെ ആൾ. ഇതെൻ്റെ അറിവ് ശരിയാണ്, ഇത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അപ്പോൾ ഏതിനെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ? ഇത് രണ്ടും നടന്നു. ഞാനിത് അശുതോഷ് ഗവാരിക്കർ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് പുതിയ അറിവായിരുന്നു. ഞാൻ പറഞ്ഞു, ഖുശ്ബു ഞെട്ടി. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരമാവധി ഈ പറഞ്ഞൊരു ട്രാൻസ്പെറൻസി വരുത്താൻ നോക്കും. പക്ഷേ എൻ്റെ ട്രാൻസ്പെറൻസിയുടെ അളവും താങ്കളുടെ ഒന്നും വ്യത്യാസമായിരിക്കും. ഇതാണ് എൻ്റെ തൊഴിൽ. അപ്പോൾ ബഹുഭൂരിപക്ഷത്തിന് ചേരുന്ന ഒരു ഇതുപോലെ വരും ഫൈനലി. എത്രയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ശ്രീമൻ മമ്മൂട്ടി അദ്ദേഹത്തിന് കൊടുക്കും. എനിക്കതിനോട് പൂർണ്ണ യോജിപ്പായിരുന്നു. പക്ഷെ പലർക്കും യോജിപ്പില്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ അത് ഈ പറഞ്ഞവർ ക്ലിയർ ചെയ്ത് പോകും തോറും കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ എനിക്കതിനൊരു ഫിക്സ്ഡ് പരിപാടി പറയാൻ കഴിയുന്നില്ല. അതിൻ്റെ തന്നെ വേറൊരു പ്രശ്നം, ഇപ്പോൾ ഈ ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും വരുന്ന ചർച്ചകൾ അർഹരായുള്ളവർക്ക് കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള നാഷണൽ അവാർഡ്സിൽ നമ്മൾ കൂടുതലും കാണുന്നത് ഒരു പ്രോ നാഷണലിസ്റ്റിക് അല്ലെങ്കിൽ കുറച്ച് വിമർശനാത്മകമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജിങ്കോയിസം ലെവലിലുള്ള സിനിമകൾക്ക് അവാർഡ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അനുകൂലമായ നെഗറ്റീവ് സെറ്റ് ചെയ്യുന്ന സിനിമകൾക്ക് അവാർഡ് നൽകുന്നു. ഇപ്പോൾ ഈ കശ്മീർ ഫയൽസ് പോലുള്ള സിനിമയ്ക്ക് അവാർഡ് കൊടുത്തു. നാഷണൽ അവാർഡ് കിട്ടിയ അതേ സിനിമ താങ്കളുടെ NFDC നടത്തുന്ന IFFIയിൽ വന്നപ്പോഴത്തേക്കും അന്നത്തെ ജൂറി ചെയർമാൻ പറഞ്ഞത് വൾഗർ പ്രൊപ്പഗാൻഡ എന്നാണ്. ഇത്തവണ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമകൾക്കും അത്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറയുന്നത് അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയതും അമരൻ പോലെയുള്ള സിനിമകളാണ്. ഫോർ എക്സാമ്പിൾ ഒരു നാഷണലിസം പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് താല്പര്യമുള്ള സിനിമകൾക്ക് കൂടുതൽ അവാർഡുകൾ കിട്ടുന്നു എന്നുള്ള വിമർശനം വ്യാപകമായി വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താണ്? അതെ, അതിൽ തന്നെ 2 തരത്തിൽ പറയും. ഒന്ന്, നാഷണലിസം, ദേശീയത വളർത്തുന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് നല്ല സിനിമ തള്ളിക്കളഞ്ഞിട്ട് തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എപ്പോഴും രാജ്യ താല്പര്യം ഉണ്ടായിരിക്കണം. രാജ്യവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ കുഴപ്പിച്ചാൽ എത്രയൊക്കെ പറഞ്ഞാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും രാജ്യമില്ലെങ്കിൽ നമ്മളില്ല. സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് രാജ്യവും വളരത്തുള്ളൂ. കാരണം സമാധാനമുണ്ടെങ്കിൽ നമ്മൾ ധാരാളം ആൾക്കാർ ധനം ഇൻവെസ്റ്റ് ചെയ്യും നമുക്ക് രാജ്യത്തിന്. അതിപ്പോൾ ഇപ്പം തന്നെ എടുത്തു നോക്കൂ, കേരളം നമ്മൾ സമാധാനത്തിൽ പോവുക. ഇപ്പോൾ BJP അല്ല ഇവിടെ ഭരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാമല്ലോ, കേരളം സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേരളം സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലോട്ട് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് വരും. കേരളം സുഖമായി. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്തു. നിങ്ങൾ പറയുന്നത് ഇത്ര മണിക്ക് വരണം, 1 മിനിറ്റ് പോലും വൈകാതെ എനിക്ക് വരാൻ പറ്റുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഇപ്പോൾ അവിടെ ഒരു ബോംബ് പൊട്ടി, ആ റോഡ് ബ്ലോക്ക് ചെയ്തു, ഇവിടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി പ്രശ്നം വന്നു, തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ രാജ്യ താല്പര്യത്തിൻ്റെ ഭാഗം പറയുക. രാജ്യ താല്പര്യം നമുക്ക് വേണം. നമുക്ക് എന്തും എതിർക്കാം, എന്തിനെതിരെയും കയറി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂക്കറും ഉണ്ടാവും. പിന്നെ ഇതിൽ തന്നെ താങ്കൾ തന്നെ പറഞ്ഞു, അതേ സമയം തന്നെ മറ്റ് സിനിമകൾക്കും കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരാളല്ല തീരുമാനിക്കുന്നത്, 5 മനുഷ്യ മനസ്സുണ്ടായിരിക്കാം. ജൂറിയിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കുറേയൊക്കെ ഇൻഫ്ലുവൻസ് വരാതിരിക്കൂ, സ്വാഭാവികമാണ്. കാരണം ആരൊക്കെ എതിർത്ത് പറഞ്ഞാലും ഒരു ഭരണകൂടം ഭരിക്കുമ്പോഴത്തേക്ക് അത് കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡായിക്കോട്ടെ, സംസ്ഥാനത്ത് അല്ല കേന്ദ്രത്തിലെ അവാർഡായിക്കോട്ടെ, കുറേയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും, യാതൊരു തർക്കമില്ല. അതിൽ തന്നെ കഴിഞ്ഞ 2 വർഷം വന്നിട്ടുള്ള അവാർഡുകൾ, നാഷണൽ അവാർഡുകളുടെ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഈ ഒരു തരം ബാലൻസിങ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്ക് സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടിയത് കേരള സ്റ്റോറി എന്നുള്ള സിനിമയ്ക്കാണ്. വ്യാപകമായ വിമർശനമാണ് അതിനെതിരെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ശേഷം വരുന്നത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ. ഈ വർഷത്തെ അവാർഡ് നോക്കിയാൽ ആർട്ടിക്കിൾ 370 എന്ന് വിളിച്ചത്, അത് കമേഴ്ഷ്യലി വളരെ സക്സസ് ആയപ്പോഴും ഫിലിം റിവ്യൂവേഴ്സ് അടക്കമുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ അടക്കമുള്ള പറഞ്ഞ് അതൊരു ഒരു പ്രോ BJP സ്റ്റാൻഡ് എടുക്കുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ ഉയർന്നു വരാമായിരുന്ന വിമർശനങ്ങളുടെ തോത്, കേരളത്തിൽ നിന്ന് ഉയർന്നു വരാമായിരുന്ന വിമർശനങ്ങളുടെ തോത് കുറയാൻ മമ്മൂട്ടി എന്ന നടനെ മികച്ച നടനുള്ള അവാർഡ് കിട്ടി എന്നുള്ളതാണ്. ഇത്തരം ബാലൻസിങ് ഉണ്ട് എന്നുള്ള വിമർശനം കൂടി സൈഡിലുണ്ട്. അല്ല, വിമർശനം നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരു വിമർശനം ഉണ്ടാകുമ്പോഴേ നമുക്കഥവാறு തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ കഴിയത്തുള്ളൂ. ഒരു വിമർശനത്തിനെ നമ്മൾ എല്ലാ വിമർശനവും സ്വാഗതം ചെയ്യുക. ഇപ്പം ഞാനൊരു പോസ്റ്റ് ഇടുന്നു, നല്ല അസാധ്യത തെറി വരും അതിനകത്ത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു സുഖമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ അത് ശീലിച്ചു പോയി. ഞാൻ രാവിലെ എടുത്ത് നോക്കുന്നത് വെച്ച്
നമ്മുടെ പോസ്റ്റ് ആരും കണ്ടില്ലേ, ജീവിതമൊന്നും ഇല്ലല്ലോ, ഭാര്യ വരെ വിളിച്ചു ചോദിക്കും നിങ്ങളുടെ പോസ്റ്റ് പൊളിഞ്ഞു പോയി കേട്ടോ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും ആർട്ടിക്കിൾ 370 അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ആണ് അതിൻ്റെ അകത്തെ വിഷയം. ഈ അബ്രഗേഷൻ വരുന്നത് വരെ കാശ്മീർ നമ്മുടെ ഇൻ്റഗ്രൽ പാർട്ട് നമ്മൾ പറയുമായിരുന്നെങ്കിലും നമ്മുടേതല്ലായിരുന്നു. അവർക്ക് സെപ്പറേറ്റ് കൂടിയായിരുന്നു. അവിടുത്തെ നിയമം 6 വർഷമാണ് അവിടുത്തെ നിയമസഭ. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കാശ്മീർ പുറത്തു പോയി കല്യാണം കഴിച്ചാൽ കാശ്മീരി സിറ്റിസൺ അല്ലാതാവുന്നു. എന്നാൽ ഒരു പാകിസ്ഥാനി വന്ന് കാശ്മീരിയെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് കാശ്മീരി സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു. ഇന്ത്യയുടെ ഭാഗമായി തീർന്നത് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ആർട്ടിക്കിൾ 370, എന്തിനാണത് റിപ്പീൽ ചെയ്തത് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ആ സിനിമ സഹായകമായി. സ്വാഭാവികമായിട്ടും അത് ഭരണകൂടത്തിൻ്റെ കാര്യം മാറ്റിവെക്കുക രാജ്യ താല്പര്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചു, വിഘടനവാദം നീണ്ടു നിന്നു 30-35 വർഷത്തോളം നമ്മൾ കണ്ടു കാശ്മീർ കത്തുന്നത്. എന്തുമാത്രം പണം, എന്തുമാത്രം മനുഷ്യജീവിതം, എത്ര പേർക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു, പലായനം ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം എന്തുകൊണ്ടായിരുന്നു? കാശ്മീർ ഫയൽസ് എന്താണ് കാണിച്ചു തന്നത്? അതായത് നമ്മുടെ അവിടെ കാശ്മീരിൽ നടന്ന കൂട്ടക്കുരുതി, അതായത് ഹിന്ദു ജനസൈഡ് എന്താണെന്ന് കാണിച്ചു തന്നു. അതിൻ്റെ ഒരു വശമേ നമ്മൾ കാണുന്നുള്ളൂ. കാരണം പത്രമാധ്യമങ്ങൾ ഒരു കാലത്ത് എങ്ങനെയാണ് എഴുതിയിരുന്നത് നമുക്കറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ മറുവശം കാണിച്ചു കൊടുക്കുകയാണ്. അത് ജനം അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ അവാർഡ് കമ്മിറ്റിയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. ആ പടം കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നു. അല്ലാതെ ഭരണകൂടത്തിൽ നിന്ന് മമ്മൂട്ടിയുടെ തന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഒന്നാന്തരം പെർഫോമൻസ് ആ പടത്തിൽ വേറെ ആർക്ക് കൊടുക്കാൻ പറ്റും? അതുകൂടി ഒന്ന് ആലോചിച്ച് പറയുക. ഞാനിപ്പോൾ സിനിമയിൽ ഒന്ന് കുറച്ച് കാലമായി ഞാൻ ഇവരുടെ കൂടെ ഒന്നും അഭിനയിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ സൂചിപ്പിച്ചിട്ട് നാളെ ഒരു പടം കിട്ടാനൊന്നും എനിക്കിന്ന് സിനിമാ അഭിനയമേ താല്പര്യമില്ല. പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, വേറെ ആർക്കാണ് ഇത്തവണ കൊടുക്കാൻ ഉണ്ടായിരുന്നത്? അല്ല, ഒട്ടവട്ടി എക്സലൻ്റ് ഒരു പെർഫോമൻസിന് കൊടുക്കുന്നു. മമ്മൂട്ടിക്ക് കൊടുത്തതിൽ ആർക്കും പരാതിയില്ല. പക്ഷെ മമ്മൂട്ടിക്ക് അത് ഷെയർ ചെയ്യപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് പൊതുവെ മലയാളികളുടെ ഒരു ദുഃഖമായിട്ട് രേഖപ്പെടുന്നത്. എനിക്ക് വ്യക്തിപരമായി അവാർഡ് ഷെയർ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ മികച്ച 2 വന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്താൽ പരാതി, കൊടുത്തില്ലെങ്കിൽ വേറൊരു പരാതി വരും. അപ്പോൾ എന്തായാലും പരാതി എന്നാൽ കൊടുത്തേക്കാം, ഇതായിരിക്കാം അന്നേരം ചിന്ത വന്നത്. കാരണം ഞാൻ ഇത്തവണത്തെ ഇതിൽ കമ്പനി ഞാനില്ലായിരുന്നു, ഞാൻ വന്ന് കയറിയുള്ളൂ. അടുത്തതിൽ എൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത സമയത്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ എനിക്ക് തരാൻ കഴിയും. താങ്കൾ തന്നെ ആദ്യം പറഞ്ഞു NFDCയുടെ ഇതിനു മുന്നേ ഒരുപാട് പ്രഗത്ഭർ ഇരുന്നൊരു സീറ്റാണിത്. അപ്പോൾ താങ്കളുടെ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ അധികം സിനിമയിൽ വിജയിക്കാത്ത ഒരാളെന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതൊരു കോംപ്ലക്സ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? താങ്കളുടെ മുന്നിലിരുന്ന പ്രഗത്ഭരുടെ ഒരു ലോങ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ അതിന് വളരെ പോസിറ്റീവായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈറ്റർ ഇത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്നെ ആക്കിയപ്പോഴത്തേക്ക് ഇതിന് മുമ്പ് ഓംപൂരിയൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓംപൂരി ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുമോ അതാരാണെന്ന്? ചോദിക്കില്ല. ഇതിപ്പോൾ ഗൂഗിളിലൊക്കെ കോൻ ഹേ കൃഷ്ണകുമാർ എന്നാണ് അടിച്ചു പോയിക്കൊണ്ടിരുന്നത് എല്ലാവരും. പക്ഷേ എൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെ മോശമാക്കില്ല. വലിയ പ്രഗത്ഭർ വരുമ്പോൾ ഫസ്റ്റ് ഡേ അവർ വരും, ഒരു ഫോട്ടോ സെഷൻ കാണും, പിന്നെ ബോർഡ് മീറ്റിങ്ങിൽ വന്നാലായി വന്നില്ലെങ്കിലായി, പിന്നെ എന്തോ നടക്കും. പക്ഷെ ഇത് സിനിമയുടെ 2 വശം കണ്ട ഒരാളാണ്. അതായത് നടുക്ക് നിൽക്കുകയാണ്. എൻ്റെ മുകളിൽ ധാരാളം വലിയ ആക്ടേഴ്സ്, അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. താഴെ എന്ന് പറയും ശരിയല്ലെങ്കിൽ പോലും സിനിമയിൽ വരാനും ആഗ്രഹിച്ചും ചതഞ്ഞ് കിടക്കുന്ന കുറേ പേരും. ഇവർ 2 പേരുടെ ഇടയിൽ നിന്നപ്പോൾ സിനിമ എന്താണെന്നും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തെന്നും കുറേ പഠിക്കാൻ പറ്റും എൻ്റെ ഒരു ആംഗിളിൽ നിന്നും. അവർ പഠിക്കുന്നത് എനിക്ക് പറ്റത്തില്ല. മാത്രമല്ല 37 വർഷമായിട്ട് ഈ കലാരംഗവുമായിട്ട് ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തതാണ്. ഇതെല്ലാം അതീവ രഹസ്യമൊന്നും അല്ലാത്ത കാര്യം, ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആകുമ്പോഴും എന്നെ പിടിച്ചിപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ ചെയർമാനൊക്കെ ഇരുന്ന് എങ്ങനെ ഇരുന്നേനെ? അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും സിനിമ രംഗത്ത് 37 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. പിന്നെ കുടുംബത്തിൻ്റെ തന്നെ കുറച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്കും തോന്നി ഇതൊരു ശരിയായ സ്ഥലത്താണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ആക്കിയിരിക്കുന്നത്? ആ ജോലി കൃത്യമായി നോക്കാൻ പഠിക്കുക. പിന്നെ അതിനകത്ത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, NFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിൽ ചെയർമാൻ അഭിനയിക്കാൻ പാടില്ല. ചെയർമാൻ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. വേറെ എന്ത് വേണോ എനിക്ക് ചെയ്യാം. അതുകൊണ്ട് കോംപ്ലക്സ് പോലും എനിക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ പറയില്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ, അത് ഫ്രം ഡേ 1 ഉണ്ട്. അവിടെ പ്രശ്നങ്ങൾ പലതും കാണുമായിരിക്കും. അത് ഏതൊരു സ്ഥലത്തോട്ട് നമ്മൾ പുതുതായിട്ട് ചെല്ലുമ്പോഴും സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് വളരെ പഠിത്തമുള്ളവർ, ഹൈലി എഡ്യൂക്കേറ്റഡ്, വലിയ ടോപ്പ് ഇതിൽ വരുന്നിരിക്കുമ്പോൾ
എന്നെപ്പോലെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് പവർ ഡൈല്യൂട്ടഡ് ആവും. അതിനൊരു എതിർപ്പ് എപ്പോഴും ഉണ്ടാവും. അതെപ്പോഴും അങ്ങനെയാണ്. റെസിസ്റ്റൻസും ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അതൊന്നും എനിക്ക് വിഷയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്നേഹിച്ചാൽ മതി, ഇതൊക്കെ തീരുന്നത്. കാരണം ഇത് കാലത്തിൻ്റെ സമയം. എനിക്ക് 2 ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ക്ഷമയും നിശബ്ദതയും. സൈലൻസ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഇത് രണ്ടും കാത്തു സൂക്ഷിച്ചാൽ ഏതും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതുവരെയുള്ള വിശ്വാസം. ഈ പോസ്റ്റിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ഇനീഷ്യൽ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, താങ്കളെ സമീപിച്ച് എങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നത്, എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഞങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പത്തെ സിനാറിയോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ ഇലക്ഷൻ നടന്നിരുന്നു, സ്റ്റേറ്റ് ഇലക്ഷൻ. അന്നേരം ഞാനും പ്രതീക്ഷിച്ചിരുന്നു എനിക്കൊരു സീറ്റ് കിട്ടുന്നു. ഞാൻ പലയിടത്തോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതെ, എനിക്ക് പിന്നെ അങ്ങനെ വലിയ രഹസ്യ സ്വഭാവമില്ല. അപ്പോൾ പാർട്ടിയുടെ തീരുമാനമാണ്, എന്നേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ട്, അവർ എന്നാലും ജയിക്കില്ല. ഞാനും പറഞ്ഞു പിന്നെന്താ. ആ സമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ക്ഷണം വരുന്നുണ്ട്. അത് ഞങ്ങളുടെ കുടുംബത്തോടെ ഞങ്ങൾ ക്ഷണിച്ചത്. അവിടെ ചെന്നിരുന്നു. എപ്പോഴും ലിമിറ്റഡ് ടൈം പറയുമല്ലോ. പക്ഷേ എന്തോ എൻ്റെ ഭാര്യയുമായിട്ടും എൻ്റെ മക്കളുമായിട്ടും കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കൊന്ന് സ്വാഭാവികമായിട്ട് എന്നേക്കാൾ പ്രായത്തിൽ താഴെയുള്ളവരാണല്ലോ അവരൊക്കെ. അപ്പോൾ എല്ലാവരോടും അദ്ദേഹം താല്പര്യമെടുത്ത് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു എക്സലൻറ്റ് ലിസണറാണ്. ഏകദേശം 45 മിനിറ്റോളം ആ സംസാരം നീണ്ടു. ഇതിനിടയ്ക്ക് നമ്മുടെ കൊച്ചുമോൻ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വല്ലാത്തൊരു അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ ആ കോൺവെർസേഷനൊരു തടസ്സം വന്നു. ഞാൻ വെളിയിൽ പോയി. ഈ സമയത്തൊക്കെ വ്യക്തിപരമായ കാര്യം, വീട്ടിലെങ്ങനെയാണ്, കൃഷ്ണകുമാർ കഴിഞ്ഞ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു, ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുത്തു. എൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും എല്ലാം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും മക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വായിച്ചു. ഭാര്യ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സിന്ധുവിനെ തൊട്ടിട്ട് പറഞ്ഞു, ഡോൺ വറി സിന്ധുജി, നിങ്ങൾ എൻ്റെ ഓഫീസിൽ വന്നില്ലേ, എന്നെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, കൃഷ്ണകുമാർ കുറേ കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞു, ഡോൺ വറി ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. ഇതാണ് പറഞ്ഞ ലാസ്റ്റ് വരി. ഞങ്ങൾ ഇറങ്ങി. ഇലക്ഷൻ 9-ാം തീയതി ആയിരുന്നു. 8-ാം തീയതി വൈകുന്നേരം. അപ്പം ഞാൻ ഈ സ്ഥാനാർത്ഥി ഒന്നുമല്ല, പ്രത്യേകിച്ച് ഇനി വേറെ ജോലി എന്ത് ചെയ്യും ആലോചന ചെയ്യും. ഫോൺ പലപ്പോഴും സൈലൻ്റായിരിക്കും. ഞാൻ വൈകുന്നേരം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ കുറേ മിസ് കോൾ കിടക്കുന്നു. അതിലൊരു മെസ്സേജ് ഉണ്ട്, ഐ ആം സോ ആൻഡ് സോ PS2 INB മിനിസ്റ്റർ, മിനിസ്റ്ററിന് അത്യാവശ്യമായിട്ട് സംസാരിക്കണം, ഉടനെ വിളിക്കുക. ഉടൻ തന്നെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേന് കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴാണ് വിളിക്കേണ്ടത്, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. മിനിസ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുകയെന്ന് കൊടുക്കുന്നു. വളരെ കാലം പരിചയമുള്ളൊരു വ്യക്തിയെ പോലെ അദ്ദേഹം പറയുന്നു, നമസ്കാരം കൃഷ്ണകുമാർ, കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വി ആർ അപ്പോയിൻറ്റിങ് യു ആസ് ദ ചെയർമാൻ ഓഫ് NFDC, എന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ സ്ട്രൈറ്റ് അവൻ ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ ഞാനിങ്ങനെ ജോലി ചെയ്ത് പരിചയമുള്ള ഒരാളല്ല, അതുകൊണ്ട് എനിക്കിതിനെ പറ്റി യാതൊരു അറിവുമില്ല, എനിക്കൊരു 2 ദിവസം സമയം തരണം, ഒന്ന് കുറച്ച് ആൾക്കാരായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ. എന്ത് ചർച്ച ചെയ്യാനാണെന്ന് ചോദിച്ചു. ഞാൻ വല്ല കാര്യങ്ങളൊന്നും പഠിക്കണമല്ലോ, എന്തെങ്കിലും എന്നറിയും. ഇവിടെ ഇഷ്ടംപോലെ IAS ഉദ്യോഗസ്ഥരുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. എന്നാണ് ഡൽഹി വരാൻ പറ്റുന്നത്, ഡൽഹി വരിക, ബ്രീഫ് ചെയ്യും. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരൂ, ഞാൻ ബ്രീഫ് ചെയ്ത് തരാം. ഉത്തരം മുട്ടിപ്പോയി. അപ്പോൾ എനിക്ക് എന്ന് വരാൻ പറ്റും? അപ്പോൾ ഞാൻ സാർ ഞാനിങ്ങനെ PS-നോട് അല്ല എന്നോട് പറയൂ എന്ന് വരാൻ പറ്റും. ഞാൻ 2 ദിവസം ഞാൻ വരാതെ 2 ദിവസം തന്നെ. ഇന്ന് 8th ആണ്, വിൽ കം ഓൺ 10th. ഈ പുള്ളിയും മറ്റേ IAS മനുഷ്യനല്ലേ, ഷാർപ്പും കൂടിയാണ്. ഞാൻ പിന്നെ എത്താമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു. ഇദ്ദേഹം തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് തരുന്നു. ഞാൻ 16-ാം തീയതി പോയി ജോയിൻ ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചത്. അന്ന് രാത്രി ഈ മന്ത്രി വിളിച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വേറൊരു ഓഫീസിൽ വിളിച്ചു. എൻ്റെ അഡ്രസ്സ് മറ്റു ഡീറ്റെയിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തു. അപ്പോയിൻമെൻറ്റ് ലെറ്റർ അടിച്ച് തരികയും ചെയ്തു. 8 മണിയായപ്പോൾ വാട്സാപ്പിൽ വരും. ഇതാണ് നടന്ന സംഭവം. പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ്? എങ്ങനെ അത് തുടക്കം എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്? എനിക്കൊരു ശ്രമം നടത്തി അദ്ദേഹത്തിൻ്റെ എത്താൻ പറ്റില്ല. ഞാൻ 1982 നമ്മുടെ പുലിമുട്ടിനപ്പുറത്ത് പുത്തൻചന്ത എന്ന് പറയും, ഒരു RSSൻ്റെ ശാഖയുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്, ചെറുപ്രായം. അതും എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ ഒരു വിഷയം നടന്നു. ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അങ്ങനെ പുള്ളിയുടെ ചിന്താഗതി ഒന്ന് മാറുന്ന കാലത്ത്, അന്ന് ഞങ്ങൾ വഞ്ചൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ മലയൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അന്ന് RSSൻ്റെ പ്രമുഖരായ 4 പേര്, ആ 4 സഹോദരങ്ങളാണ്. അതിൽ 2 പേരോട് അച്ഛൻ വലിയ കൂട്ടായിരുന്നു.
ശേഷാചലംജിയും രംഗനാഥ്ജിയും പറഞ്ഞു, അവരാണ് ഈ ശാഖയിൽ കൊണ്ടുപോകുന്നതും അവിടെ വരുന്നതും. അങ്ങനെ കോളേജിൽ ഇങ്ങനെ വളർന്നു വന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ ഒരിക്കലും എനിക്കൊരു നേതാവാകാൻ, ഇലക്ഷൻ നിൽക്കാൻ ഒന്നും താല്പര്യമില്ല, സഹായിക്കാൻ ഇഷ്ടമാണ് എല്ലാവരെയും. അങ്ങനെ കോളേജിലൊക്കെ പഠിച്ചു. അത് ഞാൻ സിനിമയിൽ പോയപ്പോൾ എപ്പോഴും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പോകും. ഇലക്ഷൻ സമയത്ത് പലരെയും പോയി സഹായിക്കാൻ ആരുമില്ല വലിയ പ്രവർത്തിക്കാൻ. ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു കോൾ ഡൽഹിയിൽ നിന്ന് വരുന്നു 2020 സെപ്റ്റംബർ മാസമാണ്. ഇതൊരു ലിസ്റ്റുണ്ട്, അങ്ങനെ ആർട്ടിസ്റ്റുകളെ മറ്റൊരു ഇത് എടുക്കുന്നു, അതിന് താങ്കളുടെ ഡീറ്റെയിൽ വേണം, ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ഇത് അയച്ചിട്ടുണ്ട് BJPയുടെ സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ്. ഞാൻ അത് ഫില്ല് ചെയ്ത് അയച്ചു. പിന്നീട് എനിക്ക് എപ്പോഴും ഒരു ഇത് വരുന്നുണ്ട്, ഇങ്ങനെ പ്രഭാരി ശ്രീ CP രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ചെന്ന് കാണണം. നമ്മൾ കാണാം. അങ്ങനെ അദ്ദേഹത്തെ പോയി കാണുന്നു. അവർ പറയുന്നു, നഡ്ഡാജി ഇത്രാം തീയതി വരുന്നുണ്ട്, നിങ്ങൾക്കിവിടെയും ജേക്കബ് തോമസ് സാറിന് തൃശ്ശൂരും മെമ്പർഷിപ്പ് കൊടുക്കാൻ അന്ന് ഫ്രീ ആക്കി വയ്ക്കാം. മെമ്പർഷിപ്പ് തരുന്നു. അത് കഴിഞ്ഞപ്പോൾ അന്നേരം ഇലക്ഷൻ ഉണ്ടായിരുന്നു, അസംബ്ലി ഇലക്ഷൻ. എനിക്ക് തോന്നി ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഈ ട്രിവാൻഡ്രം സെൻട്രലിൽ നിൽക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചു. തോറ്റെങ്കിലും അത്യാവശ്യം നല്ല വോട്ട് കിട്ടി. ഈ ഒരു ഒഴുക്കിലൂടെ ഇങ്ങനെ വരുന്നു. അപ്പോൾ അന്ന് ഈ ഇലക്ഷൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രൈം മിനിസ്റ്റർ വരുന്നു. അപ്പോൾ വേദി ഇങ്ങനെയുണ്ട്. വേദിയുടെ ഇടത്തെ അറ്റത്താണ് ഞാൻ. ഇദ്ദേഹം ഇവിടെ നിന്ന് വരുന്നു. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് കൃഷ്ണകുമാർജി എന്ന് തോളിൽ തട്ടുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പം അദ്ദേഹം മാസ്ക് ഇട്ടുണ്ട്. നമ്മളൊക്കെ പിന്നെ അന്ന് മുഖം വരാൻ വേണ്ടി മാസ്കൊക്കെ മാറ്റി വെച്ചു. കാരണം പ്രൈം മിനിസ്റ്റർ വരുന്ന വേദിയിൽ നമ്മുടെ മുഖം കാണണമല്ലോ. ഇത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് അയച്ചു. ഇമ്മീഡിയറ്റ് റിപ്ലൈ വന്നു, ഇത്രാം തീയതി വരാൻ പറയുന്നു, ഒക്ടോബർ 19, 2021. ചെല്ലുന്നു. കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ പ്രവർത്തിക്കൂ, ഞങ്ങൾ ഗുജറാത്തിൽ ഇങ്ങനെയാണ് ചെയ്തത്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എവിടെയൊക്കെ വേദികളിൽ കാണുന്നു 2 വാക്ക് പറയുന്നു. അപ്പോൾ എനിക്കത് വലിയ സന്തോഷം എന്ന് വെച്ചാൽ, മേ ബി നമ്മുടെയൊക്കെ ഒരു ഓറയുടെ പ്രത്യേകത എന്താണെന്നറിയില്ല, നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടാൻ കാരണം വരും, വെറുക്കാനും കാരണം വരും, വെറുക്കുന്നവരുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നെ കൂടി ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം. എപ്പോഴൊക്കെ അദ്ദേഹമായിട്ടൊരു വേദിയിൽ കണ്ടിട്ടുണ്ടോ പേരെടുത്ത് വിളിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, കോടിക്കണക്കിന് ആൾക്കാരെ കാണുന്നൊരു വ്യക്തി നമ്മുടെ പേര് ഓർക്കുന്നു. ഞാനായിട്ടൊന്നും ഡെവലപ്പ് ചെയ്യില്ല. അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുന്നു, മക്കളോട് സംസാരിച്ചതും ഞാൻ ഇരിക്കാൻ വേണ്ടി പോയി, ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഇരിക്കാൻ പോയപ്പോൾ ഇളയ മോളെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് കേൾക്കുന്നു, കാരണം ഇതുപോലെ സൈലൻ്റായ റൂമാണ്. അപ്പോൾ ഞാൻ ഇവിടെയും വിളിച്ച് കൊണ്ടുപോയി എടുക്കുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ളവർ വിടുമോ, എല്ലാവരും പോയി നിർത്തും. അപ്പം നമ്മളായിട്ടൊന്നും ചെയ്തില്ല. സംഭവം എനിക്കറിയില്ല, ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്നതല്ല. എനിക്കെല്ലാം ജീവിതത്തിൽ തന്നെ എല്ലാം എനിക്ക് ഭാഗ്യമായിട്ടാണ് തോന്നാറുണ്ട്. ഒന്നും നമ്മുടെ കഴിവുകൊണ്ട്, ഞാൻ ചിലപ്പോൾ കൂടുതൽ സംസാരിക്കുന്നുണ്ടാവും. ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ NFDC പോസ്റ്റിൻ്റെ കാര്യം ചോദിച്ചു, എവ്രിത്തിങ്, ഏതൊരു കാര്യവും ഭാഗ്യമാണ്. കാരണം ഞാനൊരു ജേർണലിസ്റ്റായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്, അങ്ങനെ പറയാം. ദൂരദർശൻ ന്യൂസ് റീഡറായിട്ടാണ് തുടങ്ങുന്നത്. കഴിവുണ്ടായിട്ടില്ല. ദൂരദർശൻ ഡയറക്ടർ ശ്രീ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ രാഗിനി, ഇവർ ഞങ്ങളുടെ വീട്ടിനടുത്ത് താമസിക്കാൻ വരും. ആ ബന്ധം ഞാൻ ന്യൂസ് റീഡറായി, ഭാഗ്യം നമ്പർ 1. എന്നാൽ തൊട്ട് മുമ്പ് പട്ടാളത്തിൽ പോകാൻ വേണ്ടി 8 കൊല്ലം NCCയിലുണ്ടായിരുന്നു. സർവ്വ പരേഡ് മീൻസ് ക്യാമ്പ് RD പരേഡിൽ പങ്കെടുത്തു. ഡൽഹി പാരാട്രൂപ്പിംഗ്, ഫ്ലൈറ്റിൽ നിന്ന് ചാടുന്നത്, ഇതെല്ലാം പങ്കെടുത്തു. പക്ഷേ NDA OTS എഴുതി മനോഹരമായി തോറ്റു. അപ്പോൾ ഞാൻ ഭയങ്കര ദുഃഖിതനായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം വരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ദൂരദർശനിൽ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് അന്ന് വരുന്നു. സാറിന് ന്യൂസ് വായിക്കുമ്പോൾ ആരെ അകത്ത് കയറ്റാറില്ല, ക്യാമറയുടെ ബാക്കിൽ മൂവ്മെൻ്റ് ഒന്നും നമ്മളൊന്നും വല്ലാതാവും. അവർ 2 പേരും ഒന്ന് കൈലാഷെന്നും മണി ശ്രീധർ എന്ന് പറഞ്ഞ 2 പേരാണ്. അത് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തുന്നു ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും. ഒന്ന് ആലോചിച്ച് നോക്കണം, തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുക. അവരന്നേരം ഒരു സീരിയൽ എടുക്കുന്നു, അതിനകത്തൊരു നായകനില്ല. വേണിച്ചേട്ടനാണ് പ്രധാന ക്യാരക്ടർ, നെടുമുടി വേണിച്ചേട്ടൻ. മാധവൻ സാർ എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി അഭിനയിപ്പിക്കുന്നു. ഒരു വസ്തു അറിയത്തില്ല, എന്തോ ഞാൻ ചെയ്യുന്നു. പുള്ളി പറഞ്ഞു, സൂപ്പർ സാർ. ഞാനും വെച്ച്, ഓഹോ ഇതാണോ അഭിനയം. ഭാഗ്യം നമ്പർ 2. ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ജോലി ചെയ്തിട്ടുണ്ട് സ്റ്റാച്യൂവിൽ. ഞാൻ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ജോലി, എനിക്ക് പൈസ വലിയ ഇഷ്ടമാണ്. അവിടെ നിന്നൊരു ചെറിയ കാരണത്തിൽ എന്നെ പറഞ്ഞു വിടുന്നു. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വരുമ്പോൾ അനിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നടന്നു പോകും. നമ്മുടെ മേനക ചേച്ചി സുരേഷേട്ടൻ്റെ കസിനാണ്. അപ്പോൾ അവിടെ രീതി ഇതാണ്, എന്താ ജോലി സമയത്ത് വെളിയിൽ നിൽക്കുന്നത്. ഞാൻ ജോലിയല്ല, ജോലി പോയി, നീ വാ എൻ്റെ കൂടെ. നേരെ വിളിച്ച് സുരേഷേട്ടൻ്റെ വീട്ടിൽ പോകുന്നു. തൊട്ടതാണ് ഞങ്ങൾ വലിയ പരിചയക്കാരാണ് സുരേഷേട്ടനായിട്ട്. ഞാൻ ഇന്ന് വരെ ചോദിക്കാത്തൊരു ചോദ്യം, മേനക ചേച്ചിയാരെ വിളിക്കുന്നു, പപ്പിജി ഇവൻ്റെ ജോലി പോയി, നമ്മുടെ പടം കാശ്മീരും ഡൽഹിയിൽ ഷൂട്ടിംഗ് നടക്കില്ലേ, ഇവനെ അങ്ങോട്ട് കയറ്റിവിടെ, എന്തെങ്കിലുമൊക്കെ പണി അവിടെ കിട്ടും. ടിക്കറ്റ് എടുത്ത് ഞാൻ ഡൽഹിയിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ പറയുന്നു, ഇതിലൊരു വേഷമുണ്ട്, ശാരദയുടെ മകൻ്റെ വേഷം.
രാജീവ് അഞ്ചൽ, അദ്ദേഹം അവിടെ സ്ഥിരം ഫോൺ ചെയ്യാൻ പറ്റുമോ ടാറ്റത്തിൽ, അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഞാൻ കയറി അഭിനയിക്കുന്നു, നടനാവുന്നു. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും വലിയ നടന്മാരെ കൂടെ അഭിനയിക്കുമ്പോൾ, ഉദാഹരണത്തിന് അഴകിയ രാവണൻ അഭിനയിക്കുന്നു, ശ്രീ മമ്മൂട്ടി ഇവിടെ ഇരിക്കുന്നു, ഞാൻ അടുത്തിരിക്കുന്നു, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു ചേർത്തലയിൽ കുറേ പേരപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്ന് എന്തുണ്ടോ വിശേഷം, ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 1000 പേരോളം മുമ്പിൽ നിൽപ്പുണ്ട്. 1000 പേരിൽ ഒരുത്തം പോലും എന്നെ നോക്കുന്നില്ല. ഞങ്ങളും ഇത്ര വ്യത്യാസത്തിലിരിക്കുന്നുള്ളൂ. ആ നോട്ടം ഇങ്ങോട്ടാണ് പോകുന്നത്. ആ മനുഷ്യൻ്റെ ഓറയുടെ പവറാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പുള്ളിയെ അസൂയപ്പെട്ട് അദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നിരുന്നാൽ കുറച്ച് പേരെങ്കിലും നമ്മളെ നോക്കും. അതുകൊണ്ട് കൂടെ ചേർന്ന് പോകുന്ന നല്ല മനസ്സിലായി. കുറേ നേരം ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് നോക്കി തളർന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നമ്മളെ നോക്കിയിട്ട് ഞാനും ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ടല്ലോ ഒരു ഭാഗ്യത്തിൻ്റെ ഘടകമാണ്. നിങ്ങളെപ്പോലെ എത്രയോ പേര് ജേർണലിസം പാസ്സായി നിങ്ങളുടെ യോഗ്യതയോ അതിനേക്കാളുള്ളവരുണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടുന്നവർ കിട്ടുന്നില്ല? ഞാൻ ഒന്നിനെ മോശമാക്കി പറയുന്നതല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, അസാമാന്യമായ ഭാഗ്യമുള്ളവർ അവിടെ എത്തും. അവരെ കല്ലെറിയുന്നതിന് പകരം അവരുടെ കൂടെ ചേർന്ന് പോകാൻ നോക്കുക. പക്ഷേ എനിക്ക് ചിലപ്പോൾ അസൂയ കാണും, എനിക്ക് സഹിക്കുന്നില്ല അനിൽ ജോലി കയറുന്നു, ഞാനില്ല കുറ്റം പറഞ്ഞ് നടക്കാം, അതും പറ്റും, അത് തെറ്റല്ല. എതിർക്കുന്നവരുണ്ടാവില്ല. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന CJP പ്രൊട്ടസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശരി കാണും, ഇപ്പുറത്ത് സർക്കാരിന് അവരുടെ ശരി കാണും. ഈ ശരിയും തമ്മിലുള്ളൊരു യുദ്ധമാണ്. ലോകത്തൊരു ആരും തെറ്റുകാരായിട്ട് എനിക്ക് തോന്നാറില്ല. എവറിത്തിങ് ശരിയും തമ്മിലുള്ള യുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ എവിടെയോ സംസാരിച്ച് പോകുന്നു. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സുന്ദരമായ ജീവിതവും സമാധാനമായ ജീവിതവും വേണമെന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് പലതുമായി സഹകരിച്ച് പോയി കഴിഞ്ഞാൽ, ഞാൻ ചെറുതിലെ വളരെയധികം പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ധാരാളം പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. സീരിയൽ മേഖലയിലൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പ്രശ്നകുമാറിനായിരുന്നു. ഏണി വെച്ച് പിടിക്കുന്നു പറയില്ല, മൂളിക്കൂടി പോകുന്നതൊക്കെ ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ നടി ശ്രീവിദ്യ ജീവിച്ചിരിക്കുന്ന കാലവും ചേച്ചി ഇങ്ങനെ പലതും ഇങ്ങനെ നോക്കും. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും. ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചു, ഇങ്ങനെ ഉപയോഗിച്ചു, എന്താണ് അതിൻ്റെ കാരണം, എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ കിച്ചുവിനെ കുറേ നാളായിട്ട് നോക്കുന്നതിന് പലരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ചെന്ന് ഈ പ്രശ്നത്തിൽ പെടുന്നുണ്ട്. ഞാൻ ഒരു ചേച്ചി വഴി കിടക്കുന്ന ആൾക്കാരെ പോലെ എടുത്തുകൊണ്ട് പോകും, വണ്ടി ഇടിച്ച് കിടന്ന്. അതങ്ങനെ നേച്ചർ. എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ രണ്ടാമത്തെ മോളും അങ്ങനെ. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ് അവിടെ ഒരു വലിയ ഏണി എടുത്ത് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരേ പോക്കാം. അപ്പോൾ ശ്രീവിദ്യ പക്ഷേ അതൊരു കാര്യം എടുത്ത് പറഞ്ഞു, നമ്മുടെ പ്രവൃത്തി നല്ലതായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ തെറ്റ് ചെയ്യാത്തവരില്ല. ഈ തെറ്റുകളൊന്നും ദൈവത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ പ്രവൃത്തി ശരിയായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ആരോപണം ദൈവം തരുന്നൊരു സമ്മാനമാണ്. ആരോപണം നിങ്ങളുടെ ഓറയെ ക്ലെൻസ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ എന്നും എൻ്റെ മനസ്സിൽ വയ്ക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മക്കളോട് പറയും, ആരും റിയാക്ട് ചെയ്യല്ലേ, ആ പ്രശ്നം നല്ലതാണ്. മോളുടെ പ്രശ്നം വന്നു, സംഭവം നല്ലപോലെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, നല്ല കാലം തുടങ്ങുന്നവർ, പുതിയ സ്ഥാപനം തുടങ്ങുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടന്നു. ചിലപ്പോൾ ഇലക്ഷൻ എനിക്ക് സീറ്റ് കിട്ടിയെന്നിരിക്കാം, ഞാൻ തോറ്റെന്നിരിക്കാം. പക്ഷേ ഒരു പാൻ ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിട്ട് വരുന്നു. ഒരു നേരം നമ്മൾ ഉണ്ടായിരുന്നത് അത് ഓറെ ക്ലെൻസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ വിശ്വസിച്ചപ്പോൾ നടന്ന സംഭവമാണ്. ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്നതിന് ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവൾക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചുറ്റി കൂട്ടിയെന്നെ. എൻ്റെ മോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ എന്ന് പറയാമല്ലോ. കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിൻ്റെ ആളായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ രാവിലെ എന്നും എണീക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ 2 തവണ നന്ദി പറഞ്ഞു. കാരണം ഇത്രയും സുന്ദരമായൊരു ജീവിതം എനിക്ക് തന്നതിന് അതിയായ നന്ദി പറയും. എല്ലാം ഉണ്ട്, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നി ഇയാൾക്ക് ജോലിയില്ല, ഇയാൾക്ക് എന്ത് കിട്ടിയത് അല്ല. ഈ സമയത്ത് എൻ്റെ ഒരു ശരീരത്തിൽ 10-68 ഓർഗനുകൾ ഞാൻ അറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മക്കൾ ആരോഗ്യത്തിലിരിക്കുന്നു, ഭാര്യ ആരോഗ്യത്തിലിരിക്കുന്നു, ഒരു കൊച്ചുമോനെ കിട്ടിയിരിക്കുന്നു. വളരെയധികം സന്തോഷം തരുന്ന കാര്യം, പറയാൻ അന്തസ്സോടെ പറയാവുന്നൊരു ജോലി തന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്, അനുഗ്രഹീതനാണെന്ന് കരുതുന്നു. നന്ദി. ഈ ഫാമിലി
ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ മേ ബി ഒരു 5-6 യൂട്യൂബ് ചാനലുകളും വളരെ മോണിറ്റൈസേഷൻ കിട്ടുന്ന അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് CJP പ്രൊട്ടസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ദിയാകൃഷ്ണയാണ് തോന്നിട്ട ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റേഴ്സ് എന്തുകൊണ്ട് നിങ്ങൾ ചേരുന്നില്ല, അപ്പോൾ എൻ്റെ പ്രസ്ഥാനം ഇതാണ് എന്ന് പറഞ്ഞൊരു പ്രോ RSS നെഗറ്റീവ് ഉള്ളൊരു റീലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫാമിലിക്ക് നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിങ്ങിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് വ്യക്തിപരമായുള്ള സൈബർ ബുള്ളിങ് മറ്റൊരു വശമാണ്, ഫാമിലിക്ക് വരുന്ന മറ്റൊരു വശമാണ്. എങ്ങനെയാണ് അതിനെയൊക്കെ ഫേസ് ചെയ്യുന്നത്? കാഴ്ചപ്പാട് ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും, നമ്മളെ പറ്റി മോശം പറയുന്നവരും നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അവരെ നമ്മൾ ഉൾക്കൊണ്ട് പോയേ പറ്റൂ. കാരണം വളരെ രസമായിട്ടേ പറയത്തുള്ളൂ, ഒന്നും കടുപ്പിച്ച് ഞാൻ പറയില്ല. ഞാൻ പറയും, ഇപ്പോൾ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിൻ്റെ 100 ഫ്രണ്ട്സിന് നിൻ്റെ ബന്ധുക്കൾക്ക് അയച്ചിട്ട് പറയും എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കാണണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമൻ്റ് ഇടണേ. ഒരൊറ്റ ബന്ധു ഒറ്റ സുഹൃത്തും നോക്കത്തില്ല. അതേസമയം നമ്മൾ ശത്രു എന്ന് പറയപ്പെടുന്നത്, എനിക്ക് ശത്രുവല്ല, അവരിത് നോക്കും. ആ ദിയ കിട്ടി 19-16 സെക്കൻഡിൽ 1 22 26 ഇതിങ്ങോട്ട് കുറിച്ച് വെച്ചിട്ട് ഒരു 1000 പേർക്ക് ഷെയർ ഇടാ, അലക്കിക്കോ, അവളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു 1000 പേർക്ക് ഷെയർ ചെയ്യും, 1000 10,000 ഇങ്ങനെയാണ് വൈറലാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വ്യക്തികൾ എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിനുണ്ടാക്കി തന്ന ഒരു സബ്സ്ക്രിപ്ഷൻ കൂട്ടിയതും വരുമാനം ഉണ്ടാക്കിയതും എല്ലാത്തിനും അവരും കൂടി ഒരു കാരണക്കാരാണ്. 1. 2, ഇത് കുറേ പേര് എഴുതുന്നതുകൊണ്ട് അവർക്ക് കുറേ വരുമാനം കിട്ടുന്നുണ്ട്. എത്ര പേർക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും കൊണ്ട് 1000 10,000 വെച്ച് കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ നമ്മളെപ്പറ്റി എഴുതുന്നവർക്കും വരുമാനം കിട്ടുന്നു, അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ പറയും, കാരണം ഇതൊരു വലിയ സംഭവമാണ്. ഇത്രയും പേരില്ലായിരുന്നെങ്കിൽ ഒറ്റ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. ഇതിനൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണും. കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം പലർക്കും ജീവിതം തുലച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നുണ്ടല്ലോ ഞങ്ങൾ പെട്ടുപോയത്. കോവിഡ് ഈ ബോണിങ് ഡിസ്ഗൈസ് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. അതുകൊണ്ട് എപ്പോഴും എല്ലാത്തിനും മറുവശമുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, വല്ലാതെ ചിലപ്പോൾ അപ്സെറ്റ് ആവുന്ന നിമിഷങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷെ അതിനെ ഇമ്മീഡിയറ്റ്ലി മറികടക്കാൻ നോക്കും. ഇമ്മീഡിയറ്റ്ലി കിടക്കുന്നതിന് മുൻപും നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ, ഭാര്യ പറയുന്നത് എനിക്ക് ഭയങ്കരമായ മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. കാരണം ഇന്ന് രാത്രി 10 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, ഞാൻ 10 പേരെ മനസ്സിലെടുത്തിട്ട് ഈ 10 പേരോട് ഞാൻ സംസാരിക്കും. അവരെന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കും. കാരണം എനിക്ക് ഉയരണം, എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം. കുറുക്കുവഴികളൊന്നും എനിക്ക് എടുക്കാൻ ഇഷ്ടമല്ല, ആരെയും ചതിക്കാൻ ഇഷ്ടമല്ല, വെട്ടാൻ ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ രീതിയിൽ വളരണം. പറ്റിയാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യണം. ഇതൊന്നും വലിയ നല്ല പേര് കിട്ടാൻ വേണ്ടി ഒന്നും പറയുന്നല്ല. അതിനുവേണ്ടി തന്നെ ഒരു ചെറിയ സംഘടന ഉണ്ടാക്കി, അഹാദിഷിക എന്ന് പറയും. കാരണം നമുക്ക് സഹായിക്കാൻ പറ്റും. അതിനകത്തും ഒരു സ്വാർത്ഥതയുണ്ട്. കാരണം പിള്ളേർക്ക് ഞാൻ പറയടാ, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രശ്നത്തിൽ നിൽക്കുന്ന ആളാന്ന് തോന്നുന്നു, ആരൊന്നും അറിയണ്ട, വെറുതെ ഒരു 500 രൂപ കൊടുത്ത് നോക്ക്. പെട്ടെന്ന് അവർ ഹാപ്പി ആകുമ്പോൾ ആ ഹാപ്പിനെസ് നമ്മളിലോട്ട് പടരും. ഹാപ്പിനെസ് ഒരു കണ്ടേജിയസ് ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, വളരെ സിമ്പിളാണ്, ഇങ്ങനെ ഒന്ന് പറയും, കൊടുത്താൽ മതി പറയും. അപ്പോൾ സന്തോഷം കണ്ടെത്താന്ന് വെച്ചാൽ കൊടുക്കുക. നമുക്കൊരാൾ ഗിഫ്റ്റ് തന്നപ്പോൾ നാളെ നിങ്ങൾ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നു, മേ ബി അന്നേരം സുഖം തോന്നുമായിരിക്കും. പക്ഷേ കൊടുക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഉള്ള അനുഭവമുള്ളവരാണ്. നമ്മൾ പ്രായമായി വരുമ്പോൾ നമ്മൾ പിടികിട്ടുന്നത് അത് ഭയങ്കര സുഖം കിട്ടുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ദൂരദർശനിൽ ഇതുപോലെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ അന്ന് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. അന്ന് ഞാൻ ബാലകൃഷ്ണൻ, അദ്ദേഹം ന്യൂസ് വരുന്നു, ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ദൂരദർശനിൽ കയറുന്നത്. പക്ഷെ അവിടെ ജനറലായിട്ട് പറഞ്ഞു തരും പലതും. ഇപ്പോൾ പറയും, ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുകയാണെങ്കിൽ അദ്ദേഹം സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ പരമാവധി സമൂഹത്തിലോട്ട് എത്തിക്കണം. അതുവഴി ദൂരദർശന് ഒരു പേര് കിട്ടണം. ഒപ്പം ഈ ഇൻ്റർവ്യൂ നടത്തുന്ന കൃഷ്ണകുമാറിൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കണം. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഏതെങ്കിലുമൊക്കെ നേതാക്കൾ തളർന്നു വരികയായിരിക്കും. ഈ പ്രത്യേകിച്ച് ഒറേറ്ററി ഫെറ്റിക്കുന്ന സാധനം ഈ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ വായിൽ നിന്നൊരു ഒരു സ്ലിപ്പ് കൊണ്ട് ചില വാക്കുകൾ വീഴും. അതിനെടുത്ത് വൈറലാക്കി തമാശയാക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പലരോടും പറയും, നിങ്ങളെ ചെറുപ്പക്കാരാണ് പത്രക്കാർ, ഇപ്പോൾ കയറി വരുന്ന. പണ്ട് പല കടമ്പകൾ കയറിയിട്ടായിരുന്നു ഒരു പത്രക്കാരനാവാൻ പറ്റും. ഇന്നങ്ങനെയല്ല, വളരെ ഈസി, ഒരു മൊബൈലും ഒരു സാധനം ഉണ്ടെങ്കിൽ ആവാം. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ പറ്റിയാൽ നിങ്ങൾ തന്നെ പറയുക, അദ്ദേഹം സാറേ ഇങ്ങനെ തെറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്താം, വീണ്ടും റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റി എഡിറ്റ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഒരു അല്പ സമയത്തേക്ക് നിങ്ങൾക്കൊരു ഇതുണ്ടാവും, ലോങ് റണ്ണിൽ നിങ്ങളിൽ വിശ്വാസ്യത കിട്ടില്ല.
കാരണം ഞാൻ നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ വളരെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. എനിക്കൊന്ന് ഇത് കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ അനിയൻ മാത്രമെന്ന് തോന്നുന്നു. കാരണം എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു പേര് നിലനിർത്തണം, നമ്മളിൽ ഒരു വിശ്വാസം. ഇപ്പം നിങ്ങളൊക്കെ ടോപ്പ് ലീഡേഴ്സുമായിട്ടൊക്കെ ധാരാളം നിങ്ങളെ വിളിക്കും ഇല്ലേ, വിളിച്ചിട്ട് പറയും എനിക്കിങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. ആ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കണം എന്ന് എപ്പോഴും പറയും. ക്രെഡിബിലിറ്റി വലിയൊരു ഫാക്ടറാണ്. അപ്പം ഇന്നിപ്പോൾ എന്ത് വെച്ചാൽ പലപ്പോഴും സെൻസേഷനലൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അത് ചിലപ്പോൾ കുറച്ച് ദൂരം പോകുമായിരിക്കും. ഈ പത്രം എത്ര വർഷമായി ആലോചിച്ച് നോക്ക്, എന്താണ് അതിൻ്റെ കാരണം? ഈ സെൻസേഷൻ ഉണ്ടാക്കുന്നവരൊന്നും അധികകാലം പോകത്തില്ല. ഈ TRP എന്ന് വലിയൊരു പ്രശ്നമാണ് ഇന്നൊന്നല്ല കുറച്ച് കാലമായിട്ട്. പക്ഷേ TRPയുടെ ഒരു സൂക്കറെന്ന് വെച്ച് ഞാനൊക്കെ വളരെ സീരിയസ് ആയിട്ട് വാർത്ത കാണുന്ന ഒരാളായിരുന്നു. 6 വർഷത്തോളമായി കാണാറില്ല. അപ്പോൾ എന്നിട്ടെങ്ങനെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് അറിയണ്ടൊക്കെ വൈകുന്നേരം യൂട്യൂബിൽ പോയി കുറച്ച് നേരം നോക്കിയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. തെറ്റോ ശരിയൊന്നും എനിക്കറിയില്ല. നമ്മുടെ മനസ്സമാധാനം പോകുന്നതാണ്. മാത്രമല്ല ഹൈലി ഇൻഫർമേറ്റീവാണ്. പണ്ട് പത്രം വീട്ടിൽ വരുത്തുന്നത് അതിൻ്റെ എഡിറ്റോറിയൽ വായിച്ചാൽ ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും. വാർത്തകൾ നമുക്കെല്ലാ കാര്യങ്ങളും ജനറൽ നോളജ് തരുന്നൊരു സാധനമാണ് പത്രവാർത്ത. അതിനുശേഷം ഡിജിറ്റൽ നമുക്ക് ചാനൽ വന്നു. പക്ഷെ ഇന്ന് ഇതിൽ നിന്ന് ഒരറിവും കിട്ടുന്നില്ല. മേ ബി ഇതെനിക്ക് എതിരെ വലിയൊരു ഇതാവുമായിരിക്കും, പക്ഷേ അത് മാറ്റിയെടുക്കേണ്ട സമയമായി. കാരണം അസാമാന്യം ഒരു സംഭവം. 4th പില്ലർ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു പ്രധാന തൂണാണ്. മാത്രവുമല്ല തലമുറകളായിട്ട് നമുക്ക് എന്തുമാത്രം അറിവ് തന്നിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രം പൊക്കൊണ്ടിരുന്നു. കേരളത്തിൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ഒരുമാതിരിയുള്ള പത്രം വായിച്ച് 5 പേപ്പർ എടുത്താൽ 5 ഹെഡ്ലൈൻസാണ്. നേരത്തെ എടുത്ത് പറഞ്ഞ അവാർഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. വെച്ചാൽ എവ്രിവെയർ ഇറ്റ്സ് എ ബയസ് ഉണ്ട്. എല്ലായിടത്തും ഒരു ബയസ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലതും ചീത്തയും എൻ്റെ നല്ലത് നിങ്ങളുടെ നല്ലതാവണമെന്നില്ലല്ലോ. 1 man's food is another man's poison എന്ന് എപ്പോഴും പറയുന്ന പോലെ. വെരി സോറി, ഞാൻ ചോദ്യങ്ങളിൽ നിന്നൊക്കെ കടന്ന് എങ്ങോട്ടൊക്കെ എത്തി ചോദിക്കുക. ആദ്യം പറഞ്ഞു അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അതെ. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാൾ എങ്ങനെയാണ് BJPയിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ആ ഒരു കാലത്ത് പ്രധാനമായിട്ട് എത്ര പാർട്ടികളുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ കോൺഗ്രസും ഒരു സൈഡിൽ കുറേ പാർട്ടികളും മൂവ്മെൻറ്റ്സുമായിരുന്നു. എടുത്തു പറയാൻ ഒരു പാർട്ടി നമുക്ക് ചിലപ്പോൾ കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണും, അതാത് സ്ഥലങ്ങളിൽ ഓരോന്ന് കാണും. അന്ന് വളരെ പരിമിതമായ വാർത്തകളാണ് വെളിയിൽ വരുന്നത് ഒരു പാർട്ടിയെപ്പറ്റിയും അവരുടെ പ്രവർത്തനത്തെപ്പറ്റിയും. അന്ന് ഇഷ്ടപ്പെടാൻ ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒഴുക്കിൽ വരുന്നത് ഇതെല്ലാം. അപ്പോൾ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇങ്ങനെ കുറേ പേരുകളും അതുമായിട്ട് ബന്ധപ്പെട്ടവർ സ്വാഭാവികമായിട്ടും അന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ ഭാഗമാവാനേ പറ്റൂ. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് താമരയ്ക്ക് കുത്തിയിട്ട് തന്നെ മരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ താമരയുടെ ഒരു ഇഷ്ടം കൊണ്ടല്ലായിരുന്നു. ഞാൻ വല്ല ഒരിക്കൽ കോൺഗ്രസിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടവർക്കും ഇന്ന് കോൺഗ്രസിനെതിരെ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറയില്ല. പക്ഷേ അന്ന് വളരെയധികം പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തവരുണ്ടായിരുന്നു എല്ലാ പാർട്ടിയിലും. എൻ്റെ കാലം കഴിഞ്ഞു, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ പാൻ ഇന്ത്യയിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഒരു പാർട്ടി തന്നെയായിരുന്നല്ലോ കോൺഗ്രസ്. ഇന്ന് അവരുടെ അവസ്ഥ വളരെ ഇതിലോട്ട് പോകാൻ കാര്യം ഇതുപോലെ എൻ്റെ അച്ഛനെ പോലെയുള്ള ആൾക്കാർ മാറിയതായിരിക്കാം. BJPയിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്താണ്? എപ്പോഴും നമ്മളൊരു ഇതിലിരിക്കുമ്പോഴത്തേക്ക് അതിനേക്കാൾ മികച്ചതെന്ന് തോന്നുന്ന ഒരു സംഭവം വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അവരെത്രയൊക്കെ നല്ലത് ചെയ്താലും ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ. അതുമാവാം കാരണം. ഒരു ലീഡർ വേണം നമുക്ക് എപ്പോഴും നമ്മളെ നയിക്കാൻ. ഒരു റോൾ മോഡൽ നമ്മളെപ്പോഴും പറയും. അങ്ങനെ ഒരു സാധനം പോകുന്നു. പണ്ടൊരു കാലത്ത് ശരികളും തെറ്റുകളൊക്കെ ചെയ്താലും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അവർക്ക് ലീഡറായിരുന്നു. അതിനുശേഷം രാജീവിലോട്ട് വന്നെങ്കിൽ പോലും അദ്ദേഹം കാണാൻ വലിയ സൗന്ദര്യവും സുന്ദരനൊക്കെ ആയിരുന്നു. അല്ലാതെ ഭരണമെടുത്ത് നോക്കിയാൽ പലപ്പോഴും ഭയങ്കര പരാജയങ്ങളായിപ്പോയി. എനിക്കൊന്ന് ഏറ്റവും അധികം MP-മാരെ വെച്ച് ഭരണത്തിൽ വന്നിട്ട് പോലും തകർന്ന് താഴെ പോകേണ്ടി വരുന്നു. അപ്പോൾ എപ്പോഴും നേതാവ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇപ്പം തന്നെ ശരികളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മളെ നയിക്കാനൊരു നേതാവുണ്ട്. ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മുടെ നേതാവിനെ കാത്തു നിൽക്കുന്നു, നമ്മുടെ നേതാവിൻ്റെ കൂടെ സംസാരിക്കാൻ കാത്തു നിൽക്കുന്നു. എല്ലാ ലോക രാജ്യങ്ങളായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ പറ്റുന്നു. ഇപ്പോൾ തന്നെ ഹോർമൂസ് എന്നൊരു വിഷയം വന്നപ്പോൾ പോലും നമ്മുടെ സപ്ലൈ ചെയിൻ ബ്രേക്ക് ആവാതെ നമുക്ക് ഗ്യാസ് എത്തിക്കാൻ പറ്റുന്നു, ഫ്യൂൽ എത്തിക്കാൻ പറ്റുന്നു. അപ്പോൾ പറയും പെട്രോളിൻ്റെ ചാർജ് കൂടി. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കുറവാണ്, അത്രയും കൂടിയിട്ടില്ല. പിന്നെ യാത്രാ സൗകര്യങ്ങൾ, കണക്ടിവിറ്റി, നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ 7 സിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് നമുക്ക് റെയിൽ റൂട്ടില്ല, റോഡ് റൂട്ടില്ല, ഒന്നുമില്ല. 2027-28 ആകുമ്പോൾ എല്ലാ 7 സിസ്റ്റേഴ്സിന് തമ്മിൽ കണക്ട് ചെയ്യത്തക്ക രീതിയിൽ റെയിൽ കോറിഡോറുകൾ ഓപ്പണായി. അപ്പോൾ നമ്മൾ നോക്കി എയർപോർട്ടുകൾ എത്ര എണ്ണം വന്നു. അപ്പോൾ ഇതിൻ്റെ മറുഭാഗത്ത് ധാരാളം ഇഷ്യൂസും വരും, അത് വേറെ വിഷയം. ഹൈവേസ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 20 കിലോമീറ്റർ ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നിടത്ത് നിന്ന് 38 കിലോമീറ്റർ ഒരു ദിവസം ഉണ്ടാക്കുക. വ്യാപകമായ വികസനം നടക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം എത്രയൊക്കെ പറഞ്ഞാലും ഒരു മഹത്തായ രാജ്യമാണ്. ലോകത്തെവിടെ നമ്മൾ സഞ്ചരിച്ചാലും ഈ ലോകം മുഴുവൻ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. അത്ര മനോഹരമായൊരു രാജ്യം.
അപ്പോൾ ആ രാജ്യം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാം നമ്പറിലോട്ട് വരുന്നവർ വെട്ടിയിടാൻ പലരും വരും. അത് ചൈനയുടെ താല്പര്യം കാണാം, അമേരിക്കയുടെ താല്പര്യങ്ങൾ കാണാം, പിന്നെ മറ്റ് മത തീവ്രവാദത്തിൻ്റെ ഭാഗങ്ങൾ വരാം, പലതും പ്രവർത്തിക്കാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നല്ലൊരു നേതാവ് വരുമ്പോൾ ആ പാർട്ടിയിലോട്ട് പോകണമെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചെറുതിലേ വന്ന എൻ്റെ പ്രത്യയശാസ്ത്രം ഇതാണ്. അതിനകത്ത് പോരായ്മകളുണ്ടായിരിക്കാം, പക്ഷേ എങ്കിലും ഞാൻ അതിൻ്റെ ഭാഗമാണ്. അച്ഛൻ എങ്ങനെയായി നീ ചോദിക്കാനും പോയി, പുള്ളി മരിച്ചും പോയി. വായിച്ചിട്ടുള്ളത് താങ്കൾ ഒരു 80s മുതൽ RSSുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണെന്നാണ്. വസ്തുതയാണോ എന്നുള്ളത് അറിയില്ല. RSSുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് BJPയിലേക്ക് എത്താൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, മാനസികമായിട്ടോ ആദർശപരമായിട്ടോ? മാതൃസംഘടന എന്ന് പറയുന്നത് RSS തന്നെയാണല്ലോ, അതിൻ്റെ രാഷ്ട്രീയ മുഖം തന്നെയാണല്ലോ BJP എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ BJPയുടെ തന്നെ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോൾ ABVP. അപ്പോൾ കോളേജിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അന്ന് MG കോളേജിലാണ് പഠിച്ചിരുന്നത്. അന്ന് അവിടെ യൂണിയൻ ഭരിച്ചിരുന്നതൊക്കെ SFI ആയിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്താണ് അത് ABVPയിലോട്ട് വരുന്നത്. അന്ന് അവിടെ വളരെ സ്മാർട്ട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ലീഡറല്ലായിരുന്നു. ഞാനിങ്ങനെ മരത്തിൽ ബാനർ കെട്ടണോ, കൊടി പിടിച്ചുകൊണ്ട് നടക്കണോ, എല്ലാത്തിനും ഞാൻ കാണും. പോസ്റ്റ് ഒട്ടിക്കണോ, ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഒരിക്കലും മുന്നിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. അതിനകത്ത് തന്നെ ഒരു വരി പറഞ്ഞു, വസ്തുതയാണോ ഇല്ലെന്ന് അറിയില്ലെന്ന്. അതും ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്കങ്ങനെ കൊണ്ട് നടക്കാൻ ഒരു ക്യാമറയൊന്നുമില്ല. നമുക്ക് RSSൻ്റെ ശാഖയിൽ പോയി നിൽക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ അന്ന് അനുവദിക്കുകയില്ല, അത് വേറെ വിഷയം. പിന്നെ ഒരു ദൈവാധീനം എന്ന് വെച്ചാൽ അന്നത്തെ എൻ്റെ മുഖ്യ ശിക്ഷകരായിരുന്ന ബാബുരാജ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ സ്ഥാപിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു സ്ഥാനം വേണം നാളെ പാർട്ടിയിൽ, ഞാൻ ഇന്നതെന്ന് പറയാൻ വേണ്ടി പോകണം. ഞാൻ സ്ഥാനം ചോദിച്ചിട്ടില്ല. ഇന്ന് പാർട്ടിയിൽ വന്നിട്ട് 6 വർഷമായി മെമ്പറായിട്ട്. ഇന്ന് വരെ പാർട്ടിയുടെ ഒരു സ്ഥാനമാനങ്ങൾ ചോദിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല. എനിക്ക് പരാതിയില്ല. അങ്ങനത്തെ വിഷയങ്ങളേ ഇല്ല. കാരണം ഒന്നുമില്ലല്ലോ. എവിടെ ചെന്നാലും ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമയിൽ എന്തായിരുന്നു തൻ്റെ സ്ഥാനം എന്ന് ചോദിച്ചാൽ പറയാനില്ല. സിനിമാ നടനാണ്. പക്ഷെ സിനിമാ നടനോ അല്ലെങ്കിൽ ഒരു കുടുംബനാഥനോ എന്തെങ്കിലുമൊക്കെ ഒരു കെയർ ഓഫിൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, വന്ന് സ്നേഹം പങ്കിടുന്നുണ്ട്. അത് തന്നെ ധാരാളമാണ്.